നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. കൂട്ടുകാരെ, നിങ്ങളോട് കൂട്ടുകൂടാൻ പുതിയ ഒരാൾ വരികയാണ്. ആരാണെന്ന് അറിയണ്ടേ? വാലിബൻ. ഈ വാലിബൻ കോമിക്സിൽ തമാശയും പസിൽസും അങ്ങനെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ട്. ഇതോടെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? ഞാൻ സിനിമയിൽ വന്ന കാലത്ത് പരിചയപ്പെട്ട പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരിൽ എപ്പോഴും നല്ല സൗഹൃദം സൂക്ഷിച്ചിരുന്ന അനുജനും ജ്യേഷ്ഠനുമായിരുന്നു പീറ്റർ ഞാറക്കലും രാജു ഞാറക്കലും. പീറ്ററേട്ടൻ നേരത്തെ പോയി, എനിക്കൊണ്ട് 2-3 വർഷമായി. ഇന്ന് രാജു ഞാറക്കലും പോയി. കുറേ കാലമായിട്ട് ഷുഗറിൻ്റെ അതിപ്രസരത്തിൽ ഒരു കാലൊക്കെ മുറിച്ചിട്ട് കൃത്രിമ കാലൊക്കെ വെച്ച് കുറേ കാലമായി ജീവിക്കുകയായിരുന്നു രാജു ഞാറക്കൽ. വയസ്സായ അസുഖബാധിതനായ ശേഷമുള്ള ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, സ്മാർട്ടായ സഹോദരന്മാരായിരുന്നു രണ്ടുപേരും. അത് സിനിമയിലെ എല്ലാ കാര്യത്തിനും അവർ അനിയനും ജ്യേഷ്ഠനുമാണെന്നുള്ള ഒരു തോന്നൽ പോലും ഇല്ലാതെ ജീവിച്ച സുഹൃത്തുക്കളെ പോലെ ജീവിച്ചവരായിരുന്നു. പീറ്ററേട്ടനാണെങ്കിൽ ഉടുപ്പൊക്കെ ഇൻ ചെയ്ത് പാനകത്ത് ഇൻ ചെയ്ത് നടക്കുന്നതൊക്കെ ചടുലതയോടെ നടക്കുള്ളായിരുന്നു. അതുപോലെ നല്ല തമാശ പറയും. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് IV ശശിയുടെ ആവനാഴി അടക്കം വാർത്തയടക്കം പ്രധാനപ്പെട്ട എല്ലാ സിനിമകളും പീറ്റർ ഞാറക്കലും രാജു ഞാറക്കലുമാണ് ചെയ്തത്. PG വിശ്വംഭരൻ്റെ ഈ തണലിൽ ഇത്തിരി നേരം അടക്കം ഒരുപാട് സിനിമകൾ ഇവർ ചെയ്തു. ആന്റണി യുസ്മാൻ്റെ അമ്പടഞ്ഞാനെ ചെയ്തു. സാജൻ്റെ ആണെങ്കിൽ നിറഭേദങ്ങൾ, സ്നേഹമുള്ള സിംഹം അടക്കം. എനിക്ക് തോന്നുന്നു ഈ 80കളിലെ സൂപ്പർ ഹിറ്റ് സിനിമകളൊക്കെ, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ തുടക്കകാലത്തെ ഒരു 5-6 വർഷം ഇവരുടെ കയ്യിലായിരുന്നു എന്ന് പറയാം. അത്രയും തിരക്കുള്ള പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരായിരുന്നു. ജോഷി സാറിൻ്റെ മഹായാനം അടക്കം ചെയ്തു. സത്യനന്ദിക്കാരൻ്റെ സസ്നേഹം ചെയ്തു. ഭരതേട്ടൻ്റെ മാളൂട്ടി ചെയ്തു. ഷാജി കൈലാസിൻ്റെ ടൈഗർ ചെയ്തു. ഫാസിൽ സാറിൻ്റെ പച്ചികയുടെ ഹരികൃഷ്ണൻ ചെയ്തു.
പിന്നെ കമലിൻ്റെ ശുഭയാത്ര, പ്രിയദർശൻ്റെ കടത്തനാട് അമ്പാടി, അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ ജ്യേഷ്ഠാനുജന്മാർ ചേർന്ന് ചെയ്തതാണ്. അതിൽ രാജു ഞാറക്കൽ ചെയ്ത ഏത് പീറ്റർ എന്ന് പറയാൻ പറ്റില്ല, കാരണം മിക്കവാറും എല്ലാം ഇവർ രണ്ടുപേരും കൂടിയാണ് ചെയ്തത്. കാലുമുറിച്ച് കിടപ്പിലായിരുന്ന സമയത്തൊക്കെ എന്നെ വാട്സാപ്പിലൂടെ ഒരുപാട് മെസ്സേജുകൾ അയക്കും. വച്ചിരുന്ന കൃത്രിമ കാല് ഉപേക്ഷിക്കേണ്ട സമയമായി ദിനേശ്, എനിക്കൊരു പുതിയ കാല് വയ്ക്കണമെങ്കിൽ നല്ല കാശാവും, സാംസ്കാരിക ക്ഷേമതയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് അന്വേഷിച്ചു. ഞാൻ ഇപ്പോൾ ഡയറക്ടർ ബോർഡിലുള്ളതാണ്, ഞാൻ ആ സജഷൻ അവിടെ വെച്ചു. പക്ഷേ അവിടെ ഈ കൃത്രിമ കാല് വയ്ക്കാനുള്ള പൈസ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ലായിരുന്നു. ഞാനത് അറിയിച്ചു. സാരമില്ല ദിനേശ് എന്നുണ്ട് പറഞ്ഞു. പാവം രാജു ഞാറക്കലിൻ്റെ പ്രതാപകാലത്ത് നമുക്കിഷ്ടപ്പെടുന്ന ക്യാരക്ടറായിരുന്നു. രാജു ആയാലും പീറ്റർ ആയാലും. പീറ്ററേട്ടൻ എപ്പോഴും തമാശ പറയും, മോനെന്നേ വിളിക്കൂ, രസകരമായി. അതുപോലെ മദ്രാസിൽ ചെന്നാലും ഞാൻ ഉമ്മയിലുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഉമ്മയിൽ വരും. നല്ല ഓർമ്മകളാണ് ഇവർ രണ്ടുപേരും എനിക്ക് നൽകിയത്. ജ്യേഷ്ഠൻ നേരത്തെ പോയി, ഇന്ന് അനുജൻ പിന്നാലെ അനിയനും പോയി. രാജു ഞാറക്കലിനെ ഞാനിന്ന് ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് വരുമ്പോൾ അത് ആലോചിച്ചുകൊണ്ടാണ് വന്നത്. എത്ര കാലം സുഖമില്ലാതെ കിടന്നു, ഇത്രയും പെട്ടെന്ന് രോഗബാധിതനാവുമെന്ന് വിചാരിച്ചതല്ല, പോയി. അതുപോലെ തന്നെ കോഴിക്കോടുള്ള പഴയ കോർണേഷൻ തിയേറ്ററൊക്കെ വാങ്ങിയിട്ട് ആ തിയേറ്റർ നവീകരിച്ച് മൾട്ടിപ്ലക്സ് ഒക്കെ ആക്കിയ, മുക്കത്ത് അഭിലാഷ് അന്നാസ് എന്ന് പറഞ്ഞ 2 തിയേറ്ററുകൾ, അഗസ്ത്യൻ മൊഴിയിൽ റോസും ലിറ്റിൽ റോസും എന്ന് പറഞ്ഞ 2 തിയേറ്റർ തുടങ്ങി 8 തിയേറ്ററുകളുടെ ആധുനിക രീതിയിലേക്ക് മാറ്റിയ 8 തിയേറ്ററുകളുടെ ഉടമയായ KO ജോസഫ് എന്ന് പറഞ്ഞ അഭിലാഷ് കുഞ്ഞേട്ടൻ എന്ന് പറയുന്ന ആൾ, എല്ലാവരും കുഞ്ഞേട്ട എന്ന് വിളിക്കുന്ന അഭിലാഷ് കുഞ്ഞേട്ടൻ, അഭിലാഷ് തിയേറ്ററിൻ്റെ പേര് വെച്ചായിരിക്കും അങ്ങനെ വിളിക്കുന്നത്, അഭിലാഷ് കുഞ്ഞേട്ടൻ 74-ാമത്തെ വയസ്സിൽ. അതും ഒരു തിയേറ്ററിൻ്റെ മുകളിൽ നിന്നും വീണ് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അദ്ദേഹം സ്വപ്നം കണ്ട് നടന്നിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ചുറ്റുപാടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ കൊണ്ടുപോയി. കോട്ടയത്ത് തിയേറ്റർ ഉടമകളുടെ ഒരു യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുളത്ത് ചിയാനൂരിൽ ഒരു തിയേറ്ററിൽ കയറി. തിയേറ്റർ കണ്ട് തിയേറ്ററിൻ്റെ മേളിലൊക്കെ പോയി. മേളിൽ നിൽക്കുമ്പോൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് തല ചുറ്റി താഴേക്ക് വീണു. 3 ആശുപത്രിയിൽ എന്തോ മാറിയോ കൊണ്ടുപോയി, എന്നിട്ടും രക്ഷപ്പെട്ടില്ല. തിയേറ്ററുകാരുടെ സംഘടനയായ ഫിയോക്കിൻ്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. എന്തായാലും നമ്മളിത് ചിത്രീകരിക്കുന്നതിന് അല്പം മുമ്പ് മുക്കത്തുള്ള കല്ലുരുട്ടി സെമിത്തേരിയിൽ ഈ കുഞ്ഞേട്ടൻ എന്നെല്ലാവരും വിളിച്ചുകൊണ്ടിരുന്ന KO ജോസഫ് എന്ന് പറഞ്ഞ തിയേറ്റർ ഉടമ ഇവിടെ പറഞ്ഞു. 2 പേരുടെ ആത്മാവിന്. ഈ ജോസഫ് ഏട്ടൻ്റെ എനിക്ക് പരിചയമൊന്നുമില്ല എങ്കിൽ പോലും ജീവിതകാലം മുഴുവൻ നല്ല തിയേറ്ററുകൾക്ക് വേണ്ടി, 8 തിയേറ്ററിൻ്റെ ഉടമ എന്നൊക്കെ പറയുമ്പോഴേ നല്ല തിയേറ്ററിന് വേണ്ടി ജീവിച്ച, അതുപോലെ രാജു ഞാറക്കലും, 2 പേരുടെ ആത്മാവിന് കർത്താവ് നിത്യശാന്തി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം. നമ്മൾ ഫാൻസുകാരെ കുറിച്ചൊക്കെ മുമ്പ് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നെ ഒരു 10 പേർ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു അംഗീകാരം തന്നെയാണ്. നമ്മളെ ഒരു 10 പേര് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് കണ്ടിട്ട് നമ്മളെ വിളിച്ച് നല്ല അഭിപ്രായം പറയുന്നു, ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കഥകൾ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും. അതുപോലെ തന്നെ ആ പ്രോഗ്രാമിൻ്റെ താഴെ അതിൻ്റെ കമൻറ്റുകൾ ഇടുമ്പോഴും, അതിപ്പോൾ തെറി പറയുന്നവനായാലും ശരി, നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ടില്ലേ തെറി എഴുതുന്നത്. ഞാനതുകൊണ്ട് തന്നെ അതൊക്കെ വിലമതിക്കുന്ന ഒരാളാണ്. അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു അംഗീകാരം തന്നെ. അത് നമുക്ക് എന്താ പറയുക, ചെയ്തതിന് കിട്ടുന്ന ജോലി എന്ന് പറയാം. ഞാനിപ്പോൾ പറയാൻ വരുന്നത് അനാരോഗ്യകരമായ ഫാൻസ് അസോസിയേഷൻ്റെ ചില ഇടപെടലുകൾ വീണ്ടും തലപൊക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഏതൊക്കെ ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപട്ടർ വലിയ സൂപ്പർ ഹിറ്റായ സിനിമകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും, കഴിഞ്ഞ 40 വർഷക്കാലമായി മലയാള സിനിമ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ മലയാള സിനിമയിലെ 1, 2 എന്ന് പറയുന്ന, അല്ലെങ്കിൽ 1, 1, 2, 2 എന്ന് പറയാവുന്ന 2 നടന്മാർ എന്ന് പറയുന്നത് മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ്. അവർക്കുള്ള ഫാൻസ് അസോസിയേഷൻ്റെ 7 അയലത്ത് വരില്ല. അതിൻ്റെ പിന്നാലെ വന്നവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫാൻസ് അസോസിയേഷൻ. അത് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കയറി മമ്മൂട്ടിയുടെ ഫാൻസ് അസോസിയേഷൻകാരെയോ മോഹൻലാലിൻ്റെ ഫാൻസ് അസോസിയേഷൻകാരുടെയൊക്കെ ആ ലിങ്കിൽ ഗ്രൂപ്പിൽ കയറി പരിശോധിച്ചാലേ അറിയാവൂ, ഇവർക്ക് വേണ്ടി ചാകാൻ തയ്യാറായി നടക്കുന്ന, അത്രയും ആത്മാർത്ഥത കാണിക്കുന്ന എന്താ പറയുക ആരാധകരാണ് ഇവർക്ക് 2 പേർക്കും ഉള്ളത്. ആ 2 പേർക്കും ഉള്ളതുപോലെ അത്രയും തീവ്രമായ ഇഷ്ടമുള്ള ഒരാളും മലയാള സിനിമയിലെ ഒരു നടീനടന്മാർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം.
ചിലപ്പം കള്ളമൊക്കെ പറയും എല്ലാവരും. ഇവിടെ ഫാൻസ് അസോസിയേഷൻ്റെ ചിലരൊക്കെ പൈസ കൊടുത്തിട്ട് ആദ്യ പടത്തിന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയ നാടാണ്. ആദ്യ പടത്തിന് ഒരു യുവ നടൻ്റെ ഞാൻ നോക്കും കൈരളി തിയേറ്ററിൽ കൊണ്ടുവന്നൊരു ഫ്ലക്സ് വെച്ചേക്കുന്നു, ആൾ കേരള കോലപ്പൻ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു എവർക്കുമൊക്കെ ഫാൻസ് ആയോന്ന്. ആദ്യത്തെ പടത്തിനെ ഫാൻസ് അസോസിയേഷൻ അതൊക്കെ പൈസ കൊടുത്തുണ്ടാക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ആരാധകർ ഒരു കാലത്തും ഭയങ്കര കുഴപ്പം പിടിച്ചവരായിരുന്നു. തിയേറ്ററിൽ ഭാഗ്യം കിട്ടാതെ പോയ ആയിരക്കണക്കിന് ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ച് ചന്നം പിന്നെ കീറി ചാക്കിലാക്കി കൊണ്ടുവന്നിട്ട് പടം തുടങ്ങി മമ്മൂട്ടിയോ മോഹൻലാലോ സ്ക്രീനിലേക്ക് വരുമ്പോൾ ബാൽക്കണിയിലിരുന്നുകൊണ്ട് വാരി എറിയുക, ആർപ്പ് വിളിക്കുക, അതുപോലെ എന്തോ പാലഭിഷേകം നടത്തുക, ഫ്ലക്സിൽ തിയേറ്റർ മുഴുവൻ അലങ്കരിക്കുക, എതിരാളിയുടെ പടം വന്നാൽ ചെന്ന് കൂവി തോപ്പിക്കുക, പോസ്റ്റർ കീറുക, ഇങ്ങനെ ഒരുപാട് കുഴപ്പം പിടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു 80-ൻ്റെ അവസാനം. പക്ഷെ അതെവിടെയോ വെച്ച് അവർക്ക് തന്നെ തോന്നി ഇതല്ല നമ്മളുടെ ഫാൻസ് അസോസിയേഷൻ്റെ പ്രവൃത്തിയും തോന്നിയുണ്ടായിരിക്കും, അത് അവസാനിപ്പിച്ചു. പക്ഷേ അത് വീണ്ടും തലപൊക്കുന്നോ എന്നാണ് എനിക്കിപ്പോൾ സംശയം. ഒന്നാമത് നമ്മുടെ രാജ്യം തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും തീവ്രതയിലൂടെയാണ് കടന്നു പോകുന്ന കാലഘട്ടമാണിപ്പോൾ. വീണ്ടും അത് സിനിമയിലും അത്തരം ജാതിയും മതവും ഒക്കെ കൊണ്ടുവന്ന് ഇഷ്യൂകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെന്ന് കള്ളം പറയുന്നതെന്ന് ഞാൻ പറയുള്ളൂ. മമ്മൂട്ടിയും മോഹൻലാലും ഫാൻസുകാരെ അവർ തന്നെ കൺട്രോൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോൾ അവർ പിള്ളേർ വല്ലതുമൊക്കെ ചെയ്തതിന് ഞാനെന്ത് ചെയ്യാമെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടോ ഞാനിതൊന്നും അറിയുന്നില്ല എന്ന് മോഹൻലാൽ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കും വിധം, അല്ലെങ്കിൽ ആ മോഹൻലാലും മമ്മൂട്ടിയുടെ ഹാർമണിയെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള അവർ, നിങ്ങൾക്കറിയാമോ എന്ന് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കാം, മോഹൻലാലാണ് മമ്മൂട്ടിയെ വിളിക്കുന്ന ഇച്ചാക്ക എന്നാണ്. മമ്മൂട്ടിയെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ 2 അനിയന്മാരും ഭാര്യയൊക്കെ ഇച്ചാക്ക എന്ന് വിളിക്കുന്നുള്ളൂ, പുറത്തുനിന്നൊരാൾ വിളിക്കുന്നത് മോഹൻലാലാണ്. അപ്പോൾ അത്രയും ബന്ധം അവർ, അത് രണ്ടുപേരുടെയും മനസ്സിൽ ഈ വൈരാഗ്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അവർ പുറമേക്ക് നല്ല ബന്ധമാണ്. ഇപ്പം അമ്മയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ പോലും ജലംബോഡിയിലൊക്കെ സജഷനുകളിൽ മമ്മൂട്ടി മോഹൻലാലിനോട് പറയുക, മോഹൻലാൽ വന്ന് മമ്മൂട്ടിയോട് ചോദിക്കുക, അത് അത്രയും ഗീവ് ആൻഡ് ടേക്ക് ബന്ധമുള്ളവരാണ്. അപ്പോൾ അവരുടെ പിന്നാലെ നടക്കുന്ന ഈ ആരാധകർ എന്ന് പറയുന്നവർ കുറച്ചുകൂടി ആത്മസംയമനം പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ആ വിഷയം ഞാൻ അതാണ് സംസാരിക്കുന്നത്. കാരണം 2-3 ദിവസമായിട്ട് ഞാൻ വളരെ അസ്വസ്ഥനാണ്. അസ്വസ്ഥൻ എന്തെന്ന് ചോദിച്ചാൽ, ഒരു വിഭാഗം വിളിച്ചിട്ട് ചോദിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ കണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടില്ല, ഞാൻ ഈ പടം തിയേറ്ററിൽ വരുന്ന ദിവസങ്ങളിൽ പോകാറില്ല. പോകത്തുന്നത് അവിടെ ഒരു പട്ടിയില്ല, 5 പേര് 6 പേര് വെച്ചൊക്കെയാണ് ഷോ നടത്തുന്നത്. സഹിക്കാൻ പറ്റില്ല കേട്ടോ, പെറ്റതുള്ള സഹിക്കില്ല പടം, അവിടെ പോകണമെന്നില്ല. എന്താ എടുത്തു വെച്ചിരിക്കുന്നത്, സഹിക്കാൻ പറ്റില്ല. ഈ മോഹൻലാലിനൊക്കെ വേറെ പണിയില്ലേ എന്നൊരു കൂട്ടർ. അടുത്ത് വിളിക്കുന്നവർ, ചേട്ടാ മലൈക്കോട്ടെ വാലിബൻ കണ്ടോ? ഇല്ല, കാണണം ചേട്ടാ. തിയേറ്ററിൽ മനഃപൂർവ്വം ആ പടം ഓടാതിരിക്കാനുള്ള കളികൾ മറ്റേ എതിർ ഗ്രൂപ്പുകാർ ചെയ്യുകയാണ് കേട്ടാ. പടം മനോഹരമായ പടമാണ് കേട്ടോ, പക്ഷേ ഓടാൻ സമ്മതിക്കില്ല. അതെന്ത്, ലാലേട്ടൻ്റെ പടമുണ്ട്. എനിക്ക് പിന്നെ നേരെ എന്ന് പറഞ്ഞ പടം ഓടിയല്ലോ, നേരെ ഓടി. ഞാൻ പറഞ്ഞു നല്ല പടമാണെങ്കിൽ ഓടും, ആര് വിചാരിച്ചാലും ആരുടെ പടവും പൊളിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല കേട്ടോ, അത് ചേട്ടന് മനസ്സിലാവത്തുണ്ട്, ചേട്ടൻ അന്വേഷിച്ച് നോക്കൂ എന്നൊരു കൂട്ടർ. പിന്നെ നിഷ്പക്ഷമതികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന, ലോകത്ത് നിഷ്പക്ഷമതികൾ എന്ന് പറഞ്ഞാൽ ജനിച്ചു വീഴുന്ന കൊച്ചും മരിച്ച മൃതദേഹങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ നിഷ്പക്ഷമാണെന്ന് പറയുന്നെങ്കിൽ അവൻ കള്ളമാണ് പറയുന്നത്, 100% കള്ളമാണ് പറയുന്നത്. അവന് വ്യക്തമായ രാഷ്ട്രീയമുള്ളവനായിരിക്കും, പക്ഷേ പറയാനുള്ള ചങ്കൂറ്റമില്ലായ്മ കൊണ്ടോ നട്ടല്ലുറപ്പില്ലാത്തതുകൊണ്ടോ പറയും ഞാൻ നിഷ്പക്ഷനാണ്. ഈ ചർച്ചകളിലൊക്കെ വരുന്ന ചില നിരീക്ഷകരെ കണ്ടിട്ടില്ലേ, അവൻ ഏത് പാർട്ടിക്കാരനെന്ന് പറയാൻ ഒരു നാണക്കേടാണ്. അതുകൊണ്ട് അവൻ നിഷ്പക്ഷ നിരീക്ഷകനാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണ്, ഞാൻ സാംസ്കാരിക നിരീക്ഷകനാണ്, സാഹിത്യ നിരീക്ഷകനാണെന്ന് ഒരുത്തൻ തന്നെ പല നിരീക്ഷകനായി നടക്കുന്ന നിങ്ങൾ ചർച്ചയിൽ കാണാറില്ലേ. അവന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടെന്ന്, പക്ഷേ പറയാനുള്ള നട്ടലില്ല, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി ഇന്നതാണെന്ന് പറയാനുള്ള ഒരു ചമ്മൽ അതുകൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം. പക്ഷേ എന്നാലും ഞാൻ പറയുന്നു, നിഷ്പക്ഷരെന്തോ പറയട്ടെ, പക്ഷേ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഫാൻസുകാർ എന്താ പറയുക, ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഇവർ രണ്ടുപേരും ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ലിജോ ജോസ് പല്ലിശ്ശേരി ആദ്യകാലങ്ങളിൽ ചെയ്ത പടങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും, പക്ഷേ അയാൾ പെട്ടെന്ന് ട്രാക്ക് മാറ്റുകയും അയാൾ നല്ല സിനിമകളുടെ വക്താവായി മാറുകയും
ഇപ്പോൾ മലയാള സിനിമയിൽ നോട്ടബിളായ ഒരു സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർ വിളിക്കുന്നതൊക്കെ ഇപ്പോൾ LJP എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ ഗ്യാസ് അല്ലേ ഇതെന്ന് ആദ്യം ആലോചിച്ച്, LPG. പിന്നെ നോക്കിയപ്പോൾ LJP, ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നാണ് അതിനെ വിളിക്കുന്നത്, LJP എന്നാണ്. അപ്പോൾ LJPയുടെ പടമൊക്കെ അഭിനയിക്കാൻ അറിയാവുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഏത് ഫാൻസുകാരെന്ന് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. മമ്മൂട്ടിയുടെ ഫാൻസുകാർ ഇടുന്ന കമൻറ്റാണ്, എനിക്കിട്ട് ഒരാൾ അയച്ചു തന്ന കമൻറ്റാണ്. LJPയുടെ പടമൊക്കെ അഭിനയിക്കാൻ അറിയാവുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അവർ അഭിനയിച്ച് തെളിയിച്ചിട്ടുണ്ട്. മികച്ച സിനിമയ്ക്കും മികച്ച പെർഫോമൻസിനും ഉള്ള അംഗീകാരങ്ങൾ നേടിക്കൊടുത്തിട്ടുമുണ്ട് LJPയുടെ സിനിമകൾ. അതൊന്നും അറിഞ്ഞിടാത്ത ഒരുത്തൻ കയറി അഭിനയിക്കുന്നത് കൊണ്ടാണ് ഈ മലൈക്കോട്ട ബാലിബനിൽ ഒന്നും കിട്ടാത്തത് എന്നാണല്ലോ ഈ കമൻറ്റിൻ്റെ അർത്ഥം. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ LJPയുടെ പടങ്ങളെന്ന് പറയുമ്പോൾ നൻപകൽ നേരത്ത് മയക്കത്തിലൊക്കെ മമ്മൂട്ടിയായിരുന്നു. പിന്നെ ചെമ്പൻ വിനോദ്, ജാഫർ ഇടുക്കി, നമ്മുടെ ഫഹദ് ഫാസിലൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അഭിനയിക്കാൻ അറിയാത്തവൻ LJPയുടെ പടത്തിൽ അഭിനയിച്ചാൽ ഇങ്ങനെ കുത്തുവാള എടുത്ത് പൊളിഞ്ഞു പോകുമെന്ന് പറയുന്നത് മോഹൻലാലിനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളല്ലേ മോഹൻലാൽ. എന്ന് കരുതി ഈ പറഞ്ഞ ചെമ്പൻ വിനോദോ ജാഫർ ഇടുക്കിയോ അല്ലെങ്കിൽ ഫഹദ് ഫാസിലോ മമ്മൂട്ടിയോ ഒന്നും മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മോഹൻലാലിന് ഇങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? ആരാധകർ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ ആരാധിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് മോഹൻലാലിനെ പറ്റി ഇങ്ങനെ പറയാമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അവർ ഫാൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഒരു കമൻറ്റ് ഇടുകയാണെങ്കിൽ അപ്പം മമ്മൂട്ടി വിളിക്കണം, അല്ലെങ്കിൽ ജോർജ് വിളിക്കണം, അല്ലെങ്കിൽ ആൻഡോ ജോസഫ് വിളിച്ചിട്ട് പറഞ്ഞിട്ട് തെമ്മാടിത്തരം ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇടരുതെന്ന് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മമ്മൂട്ടിക്ക് തരുമ്പെങ്കിലും മോഹൻലാലിനോട് സ്നേഹമോ ബഹുമാനമോ ഉണ്ടെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ ജോർജ് അല്ലെങ്കിൽ ആൻഡോ ജോസഫ് ഇവരാരെങ്കിലും ആ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു മന്ദബുദ്ധിയെ വിളിച്ചിട്ട് പറഞ്ഞിട്ടോ ഇങ്ങനെ കാണണ്ടോ അതിൽ കമൻ്റ് ഇടുന്നത് എന്ന് ചോദിക്കണ്ടേ? ലിജോ ജോസ് പെല്ലിശ്ശേരിയിലേക്ക് പടത്തിൽ അഭിനയിക്കാൻ അറിയാവുന്നവർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അഭിനയിക്കാൻ അറിയാവുന്നവർ LJPയുടെ പടത്തിൽ അഭിനയിച്ചാൽ അവർക്ക് നല്ല സിനിമയ്ക്കും നല്ല പെർഫോമൻസിനൊക്കെ അവാർഡ് കിട്ടും. അല്ലാത്തവർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ മലൈക്കോട്ട ബാലിബനിൽ അഭിനയിച്ച മോഹൻലാലിന് കിട്ടാത്തത് അയാൾക്ക് ഒരു ചുക്കും അറിഞ്ഞൂടാ എന്നാണ്. ഇങ്ങനെ ഇടരുത്. അത് മമ്മൂട്ടിയെക്കുറിച്ചും ഇടരുത്. കാരണം മലയാള സിനിമ 42 വർഷമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് അവർ രണ്ടുപേരുമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരുപാട് വീരശൂര പരാക്രമികൾ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ സൂപ്പർ ഹിറ്റായി സിനിമകൾ ചെയ്യുന്ന നായകന്മാർ ഇവിടെ വളർന്നിട്ടും ഇവരുടെ രണ്ടുപേരുടെ സ്ഥാനം അനിശ്ചിത്യമാണ്. അത് ആർക്കെങ്കിലും മാറ്റി പറയാൻ പറ്റുമോ? ഒരു പടം എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ചില്ലെന്ന് ഒന്നാമത് നമ്മൾ പ്രതീക്ഷിക്കരുത്. ബ്ലാങ്ക് മനസ്സായിട്ട് പോയിട്ടാണ് ഒരു സിനിമ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ തിയേറ്ററിൽ പടം വരുന്ന ദിവസങ്ങളിൽ ഇവരുടെ രണ്ടുപേരുടെയും പടം പോയി കാണാത്തത്. കാരണം മുൻധാരണയോടുകൂടി വന്നിരിക്കുന്നവന്മാർ കൂക്കു വിളിക്കും, കൈയടിക്കും, സിന്ദാബാദ് വിളിക്കും, അതൊക്കെ കൊണ്ട് പോകില്ല. ആളില്ലാത്തപ്പോഴേ ഞാൻ പോകാറുള്ളൂ. ഇന്നലെ എൻ്റെ ഒരു ജ്യേഷ്ഠതുല്യനായ ഒരു പത്രപ്രവർത്തകൻ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ ചിത്രകാരനുമായിട്ട് പാറ്റൂരുള്ള ഒരു എന്താ പറയുക സിനി പ്ലസ്സിൽ പോയിട്ട് ഈ പടം കണ്ടു. രാത്രി വളരെ വൈകി എന്നെ വിളിച്ചു. ദിനേശേ ഉറങ്ങിയോ ചോദിച്ചു. അവനില്ല, എൻ്റെ ദിവസം ആരംഭിക്കുന്നേ ഉള്ളൂ, പറയണം. ഞാനിപ്പോൾ പോയൊരു പടം കണ്ടു പാറ്റൂര് സിനി കോംപ്ലക്സിൽ. അത് മറ്റെന്തോ മലൈക്കോട്ട വാലിബൻ. ഞാൻ പറഞ്ഞതേ കണ്ടോ ദിനേശ്? ഞാൻ കണ്ടില്ല, കാണണം. ഞാൻ തിരക്കുള്ളപ്പോൾ പോകാറില്ല. 20 രൂപ പോലും ഇല്ല. പടം തുടങ്ങി ഓരോ 10 മിനിറ്റും 5 മിനിറ്റും കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് എണീറ്റ് പോകുന്നു. എൻ്റെ കൂടെ വന്ന ആർട്ടിസ്റ്റിൻ്റെ പേരെൻ്റെ പറഞ്ഞു, ചിത്രകാരൻ്റെ. അയാൾ എന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പോകാമെന്ന്. പക്ഷേ ഇതെന്താവും അവസാനം എന്നറിയാൻ വേണ്ടി ഞാൻ ഇരുന്നു. ഇതാരാ ഈ സംവിധായകൻ? അപ്പോൾ ഞാൻ പറഞ്ഞു, സംവിധായകൻ തിലകൻ ചേട്ടൻ്റെ മനസാക്ഷിയായി ഒരുപാട് കാലം നടന്ന ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിൻ്റെ എല്ലാമായിരുന്ന ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞ ആളുടെ മകനാണ്. ആ സംവിധായകൻ പയ്യനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവനോട് കുറച്ച് കാര്യം സംസാരിച്ചാണ്. സഹിക്കാൻ പറ്റില്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ഫാൻസിൻ്റെ ആളൊന്നുമല്ല, ഒരു വലിയ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു. ഇപ്പോൾ പത്രം നിർത്തി, അപ്പോൾ അങ്ങനെ പത്രാധിപരല്ലാതായി. നന്നായിട്ട് എഴുതുന്ന ആളാണ്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. മോഹൻലാലിനും മമ്മൂട്ടിക്കും നല്ല പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ജെന്യുവിനാണ്. അദ്ദേഹം പറയുന്നു, ഇതെന്താണ് അയാൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവണില്ല ദിനേശ്. കാരണം അദ്ദേഹം M. ഗോവിന്ദൻ്റെ തട്ടകത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ്. ഗോവിന്ദൻ സാറിൻ്റെ കൂടെ നടന്നവരാരും പാഴായിട്ടില്ല. ഈ പറഞ്ഞ പത്രപ്രവർത്തനം പാഴായിട്ടില്ല. ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് പത്രപ്രവർത്തന രംഗത്ത് ഒരുപാട് പേര് കിട്ടിയ ആളാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ദിനേശ്. എന്തിനാണ് മോഹൻലാൽ ഇങ്ങനൊരു വേഷം ചെയ്തത്, ഈ പടത്തിൽ ഇങ്ങനൊരു സബ്ജക്റ്റ് ചെയ്തതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. 2-3 ദിവസത്തിനുള്ളിൽ മാറും കേട്ടോ, നീ ഇടയ്ക്കൊന്ന് പോയി കാണും. ഞാൻ പറഞ്ഞു കാണാം എന്ന് പറഞ്ഞു.
എൻ്റെ ചില കേസുകളുമായി ബന്ധപ്പെട്ട് ഇപ്പം സംവിധായകൻ കമൽ ഒരു ടീമിനെ കൊണ്ട് ഒരു കേസ് പിടിപ്പിച്ചല്ലോ, പോക്സോ കേസ്. അതിൻ്റെ വാദം തുടങ്ങുന്ന അതൊരു പ്രശ്നം. മഞ്ചൂർ കോടതിയിൽ എന്താ പറയുക, നമ്മളെ ശബ്ദം കൊടുക്കുന്ന നടി കൊടുത്ത കേസിൻ്റെ ഒരു പ്രശ്നം. അങ്ങനെ 2-3 കേസുകളിൽ കോടതിയിൽ കയറി ഇറങ്ങുന്ന കാരണമാണ് ഞാൻ പോകാത്തത്. കാരണം മാനസികമായി എനിക്കൊരു സിനിമ കാണാവുന്ന അവസ്ഥയിലല്ലാത്തതുകൊണ്ടാണ് പോകാത്തത്. ഞാൻ കാണാം. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെ ലിജോ ചെയ്ത മുന്നോൾ പടങ്ങളുടെ ഒരു ധാരണയിലായിരിക്കണം. ഇപ്പം നൻപകൽ നേരത്ത് മയക്കം തന്നെ എടുക്കാം. ആ പടം കണ്ട ഒരു ധാരണയിലായിരിക്കും, അതിൻ്റെ ഒരു പടി കൂടെ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ ആയിരിക്കും ഇതെന്ന് പറഞ്ഞായിരിക്കുമല്ലോ ആളിൽ പോകുന്നത്. അക്കാര്യം ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ലിജോയുമാണ്, അതിൻ്റെ തിരക്കഥ എഴുതിയ PS റഫീഖുമാണ്. റഫീഖ് പുറത്തൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയാം, റഫീഖ് പറയില്ല. എൻ്റെ അനുയാത്ര എന്ന് പറഞ്ഞ ദൂരദർശനിൽ പോയ സീരിയലിൻ്റെ 200 എപ്പിസോഡായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയത് റഫീഖായിരുന്നു. പക്ഷേ ഞാൻ സിനിമയിലെ തിരക്കഥാകൃത്തായ ശേഷം അയാൾ എന്നെ വിളിക്കാറില്ല. കാരണം അദ്ദേഹം സിനിമയിലെ വലിയ അപ്പോസ്തലനായില്ലേ. അപ്പോൾ പിന്നെ ഇനി സീരിയലൊക്കെ ചെയ്ത് നടക്കുന്ന ദിനേശിനെ, അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്ത് നടക്കുന്ന ദിനേശിനെ വിളിക്കുന്നത് ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയ്ക്ക് മലയാളത്തിലെ നോട്ടബിളായ ഒരു തിരക്കഥാകൃത്ത് എന്ന് പറയുമ്പോൾ റഫീഖിന് മോശമായിരിക്കാം. മാതൃഭൂമിയിലൊക്കെ അയാളുടെ കഥ വരുന്നു, കവർ മുഖചിത്രം അടിച്ചു വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിനേശിനെയൊക്കെ എന്തിനാണ് വിളിക്കണേ എന്ന് തോന്നിക്കാണും. ദിനേശിനെ ഒരുപാട് പേരങ്ങനെ വിളിക്കാത്തവരുണ്ട്. അതൊന്നും ദിനേശിന് കാര്യമാക്കി എടുക്കാറില്ല. പക്ഷേ റഫീഖ് ആയാലും ഈ LJP എന്ന് പറയുന്ന ലിജോ ജോസ് പല്ലിശ്ശേരി ആയാലും മോഹൻലാലിനെ പോലെ ഒരാളിൻ്റെ ഡേറ്റ് കിട്ടുമ്പോൾ 100 വട്ടം ആലോചിച്ചിട്ട് വേണം ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. ഇത് LJPയുടെ മാത്രം പ്രശ്നമല്ല. ബെന്നി P നായരമ്പലവും നമ്മുടെ ലാൽ ജോസും കൂടെ ഒരു സിനിമ ചെയ്തല്ലോ മോഹൻലാലിനെ വെച്ച്. എത്രയോ കാലം സൂപ്പർ ഹിറ്റുകളായ സിനിമകൾ, നമ്മളെ കൊതിപ്പിക്കുന്ന സിനിമകൾ ചെയ്ത ശേഷം ലാൽ ജോസിന് കിട്ടിയ ഡേറ്റ് വെച്ച് മോഹൻലാലിൻ്റെ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഇതൊരു നല്ല സിനിമയായിരിക്കും. ഇത് മീശ മാധവനെ പോലെയല്ല, പട്ടാളത്തിനെ പോലെയല്ല, നല്ല സിനിമയായിരിക്കും, ചന്ദ്രൻ നിൽക്കുന്ന ദിക്കിൽ പോലെ അല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെ ചെന്ന് നമ്മൾ ദയനീയമായി പരാജയപ്പെട്ടു ഒരു പടമല്ലേ ലാൽ ജോസ് മോഹൻലാലിനെ വെച്ച് ചെയ്തത്. ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇത്രയും വർഷം ലാൽ ജോസ് കാത്തിരുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് LJPയോടും പറയാനുള്ളത്. ജിജോ കുറച്ചുകൂടി ആലോചിക്കണമായിരുന്നു. മോഹൻലാലിനെ വെച്ചൊരു സബ്ജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഏത് തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് സിനിമ ചെയ്യണം എന്ന് ആലോചിക്കാത്തതിൻ്റെ പരിണിത ഫലമാണ് മമ്മൂട്ടിയുടെ ഫാൻസുകാർ മോഹൻലാലിന് അഭിനയം അറിയില്ല എന്നൊക്കെ എഴുതുന്നത്. മോഹൻലാലിന് അഭിനയം ആരാ തെളിയിക്കേണ്ടേ? അയാൾ 42 വർഷം കൊണ്ട് മലയാളിയുടെ മനസ്സിൽ കുടിയേറിയ ഒരാളല്ലേ, പിടിച്ചിറക്കാൻ പറ്റാത്ത രീതിയിൽ. ഞാൻ മോഹൻലാലിനെ പലപ്പോഴും ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ്റെ ആറാട്ടൊക്കെ വന്നപ്പോൾ ഞാൻ നിശ്ചിതമായി വിമർശിച്ച് സംസാരിച്ച ആളാണ്. പക്ഷേ അല്ലെങ്കിൽ PK പിള്ളയെ കാണാൻ മോഹൻലാൽ പോകാതിരുന്നിട്ട് അയാൾ മരിച്ചപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചു, ഇയാൾ ഇത്ര ക്രൂരനായിപ്പോയല്ലോ. അതുപോലെ തന്നെ TP മാധവനെ കാണാൻ ഗാന്ധി ഭവനിൽ പോയില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് മോഹൻലാലിനോട് ഭയങ്കര പുച്ഛം തോന്നും. പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്ന് മോഹൻലാലിനെ ഇറക്കി വിടാൻ പറ്റില്ല എന്നേ. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ പടത്തിലെ പണിക്കരെ എങ്ങനെ നമ്മൾ ഇറക്കി വിടും? അല്ലെങ്കിൽ നെടുപടി വേണു ചെയ്ത ഡോക്ടറോട് കെഞ്ചുന്ന താളവട്ടത്തിലെ വിനുവിനെ നമ്മളെങ്ങനെ മറക്കും? എൻ്റെ നാട്ടിൽ വെള്ളായണിയിൽ ഷൂട്ട് ചെയ്ത, ഞാനിപ്പോഴും വെള്ളായണിയിലെ ശിവോദയം റോഡിൽ പോകുമ്പോൾ എല്ലാവരും കിരീടം പാലം എന്ന് പറഞ്ഞാൽ ആ പാലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഈ പാലത്തിൻ്റെ അടുത്ത് ഒരു ക്രെയിൻ ഷോട്ടിൽ പാലത്തിൽ നിന്ന് ആ പുഞ്ച വയലിലേക്ക് ഇറങ്ങി നടന്നു പോകുന്ന മോഹൻലാലിൻ്റെ ബാക്ക് ഷോട്ട് അറിയാതെ എൻ്റെ മനസ്സിലേക്ക് വരും. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മൾ എന്തുമാത്രം സിനിമ ഇല്ലേ, അല്ലെങ്കിൽ കിലുക്കം പോലെ നമ്മളെ മലയാളിയുടെ മനസ്സിൽ നിന്ന്, എൻ്റെയൊക്കെ തലമുറയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മോഹൻലാലിനെ അടർത്തി മാറ്റാൻ കഴിയില്ല. അത്രയും ഹൃദയത്തിൽ ഇടം നേടിയ നടനാണ്. അയാളോടാണ് ഈ ഫാൻസ് അസോസിയേഷൻ്റെ ഏതോ പൊട്ടൻ ചോദിക്കുന്നത്, LJPയുടെ പടമൊക്കെ അഭിനയിക്കാൻ അറിയാവുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്, മികച്ച സിനിമയ്ക്കും മികച്ച അഭിനേതാവിനുള്ള അവാർഡുമൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മോഹൻലാലിനൊരു പുല്ലും അറിയില്ല എന്നാണ്. ഇങ്ങനെയൊന്നും അല്ല. ഈ ആരാധന മൂക്കുമ്പോൾ, അന്ധമായ ആരാധന മൂക്കുമ്പോൾ ഇങ്ങനെയല്ല എഴുതേണ്ടത്. കടുത്ത ഡീഗ്രേഡിങ്, രാഷ്ട്രീയ താല്പര്യം ഇതിലുണ്ടോ എന്നുള്ളൊരു സംശയവും ചിലർ പറയുന്നു. സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ സിനിമാ വ്യവസായത്തെ തകർക്കുന്നതാണ് ഇപ്പം നടക്കുന്നത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സൗഹൃദത്തിൻ്റെ ആഴം ആർക്കും അളക്കാനാവില്ല. അവരുടെ പേരിൽ ആരെങ്കിലും സിനിമയെ തകർക്കാൻ ശ്രമിച്ചാൽ അവർ വിഡ്ഢികളാണ് എന്നാണ് ഈ പറയുന്ന എന്താ പറയുക വാലിബൻ്റെ പ്രൊഡ്യൂസർമാരിൽ മുന്നിൽ നിൽക്കുന്ന ഷിബു ബേബി ജോൺ പറഞ്ഞതാണ് ഇത്രയും. എനിക്ക് ഷിബു ബേബി ജോണിനോട് പറയാനുള്ളത്, അയാൾ പോലും കയറി ഏതോ പത്രത്തിൽ പറഞ്ഞേക്കണുണ്ടു മമ്മൂട്ടിയെ പരീക്ഷണങ്ങൾ നടത്താൻ പ്രേക്ഷകർ സമ്മതിക്കും, മോഹൻലാലിനെ അങ്ങനെ പരീക്ഷണം നടത്താൻ സമ്മതിക്കില്ല.
എന്നിട്ട് അയാൾ തന്നെ പറയുകയാണ്, മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സൗഹൃദത്തിൻ്റെ ആഴം അളക്കാനാവില്ല, അവരുടെ പേരിൽ ആരെങ്കിലും സിനിമയെ തകർക്കാൻ ശ്രമിച്ചാൽ അവർ വിഡ്ഢികളാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് മമ്മൂട്ടിയുടെ ഫാൻസുകാർ വിചാരിച്ചാൽ തകർക്കാൻ കഴിയില്ല എന്നായിരിക്കാം. എന്നാൽ അത് പറയുന്നുമില്ല പുള്ളി. സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറയുന്നതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. എന്നാൽ സിനിമ വ്യവസായത്തെ തകർക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സിനിമ വ്യവസായത്തെ തകർക്കുകയൊന്നുമില്ല. ഇപ്പോൾ സത്യമാഷ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി മലയാള സിനിമ ഇനി ആര് എന്ന് ചോദിച്ചില്ലേ? ഒന്നും സംഭവിച്ചില്ലല്ലോ. നസീർ സാറ് എല്ലാവർക്കും ദാനകർമ്മങ്ങൾ ചെയ്തിരുന്ന നസീർ സാർ മരിച്ചു, അയ്യോ നസീർ സാറ് പോയി, ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചവരുണ്ട്. അതൊന്നും ഇല്ലെന്നേ, കാലം ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അതൊരു മമ്മൂട്ടിയിലോ ഒരു മോഹൻലാലിലോ ഒന്നും അല്ല നിൽക്കുന്നത്. അതങ്ങ് അനുസ്യൂതം ആ യാത്ര തുടരും. പുതിയ പുതിയ മുഖങ്ങൾ വന്ന് കയറും. നമ്മൾ പഴയ ആളുകളെ ഇങ്ങനെ ആലോചിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയെ തകർക്കാനാണ് മോഹൻലാലിൻ്റെ മലൈക്കോട്ട വാലിബൻ മോശം പടമാണെന്നുള്ള ഡീഗ്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹേറ്റ് ക്യാമ്പയിൻ നടത്തിയത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് ചെയ്യുന്നതാണെന്നൊക്കെ പറയുന്നത് കടന്ന കൈയാണെന്ന് എനിക്ക് ഷിബു ബേബി ജോണിനോട് പറയാനുള്ളൂ. നിങ്ങളൊരു UDF-കാരനല്ലേ, ബേബി ജോണിൻ്റെ മകനാണല്ലോ. നിങ്ങളൊരു UDF-കാരനായ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത പടം LDF-കാർ കാണണ്ട എന്ന് തീരുമാനിക്കുമോ? അല്ലെങ്കിൽ ഷിബു ബേബി ജോൺ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മൾ ഹിന്ദുക്കളാരും ആ പടം കാണണ്ട എന്ന് BJP തീരുമാനിക്കും? അതൊക്കെ ചുമ്മാ നിങ്ങൾ രാഷ്ട്രീയം, നിങ്ങളൊരു അവസരവാദ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അടിക്കുന്നതാണ് ഷിബു. അത്രയും പോണ്ട. ഇതിൽ രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ല. രാഷ്ട്രീയ താല്പര്യമൊന്നും ഒരു സിനിമാക്കാരൻ്റെ പേരിലും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. കാരണം സിനിമയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിജയ പരാജയങ്ങളെ മാത്രം സൂചിപ്പിക്കുന്നതാണ്. ഒരു പടം ഓടുമെങ്കിൽ അവനെ എടുത്തുകൊണ്ട് നടക്കും, ഒരു പടം വീണാൽ അവനെ എടുത്ത് നിലത്തിടും. ഇത്രയേ ഉള്ളൂ. ഇതാണ് രാഷ്ട്രീയം. ഈ പുത്തൻരച്ചി പുരപ്പുറം തൂക്കുമെന്ന് പറയും പോലെയോ, അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് പറയും പോലെയൊക്കെ ഷിബു ആദ്യമായിട്ടൊരു പടം ചെയ്തപ്പോൾ തോന്നുന്ന തെറ്റായ ചിന്തകളാണ് അതൊക്കെ. രാഷ്ട്രീയ താല്പര്യം, മോഹൻലാലിനെ തകർക്കേണ്ടത് ഒരു രാഷ്ട്രീയ താല്പര്യം. ആർക്ക്? എനിക്ക് തോന്നില്ല. അങ്ങനെ രാഷ്ട്രീയക്കാർ വിചാരിച്ചാൽ മലയാള സിനിമയിലെ ഏതെങ്കിലും സിനിമാക്കാരെ തകർക്കാൻ കഴിയും? അതൊക്കെ ഷിബുവിൻ്റെ മണ്ടത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഷിബുവിൻ്റെ കുറേ കാശ് പോയെന്ന് പറ, അതൊക്കെ. എന്നാൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് ഒരുപാട് കാശൊന്നും പോകില്ല. കാരണം അത് നന്നായിട്ട് വിറ്റെടുത്തിട്ടുണ്ട് പടം. അതിൻ്റെ ആദ്യത്തെ റിസർവേഷൻ തന്നെ പറഞ്ഞ് ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. ഇതുവരെ മലയാള സിനിമയ്ക്ക് കിട്ടാത്ത റിസർവേഷനാണ് കിട്ടിയത്. ആദ്യത്തെ 7-8 ദിവസത്തേക്കുള്ള ഫുൾ റിസർവേഷൻ കേരളത്തിലെ മുഴുവൻ തിയേറ്ററിലും ഫുള്ളായിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമാണ് മോഹൻലാലിനെ തകർക്കാൻ നോക്കുന്നതെന്ന് പറയണ്ട. അദ്ദേഹത്തിന് 40 വർഷമായി മോഹൻലാലിനെ പരിചയമുണ്ടെന്ന് പറയുന്നു. ഒരിക്കൽ പോലും മമ്മൂക്കയെക്കുറിച്ച് മോശമായ ഒരു വാക്ക് എന്നോടോ എൻ്റെ സാന്നിധ്യത്തിലോ എൻ്റെ സാന്നിധ്യത്തിൽ മറ്റൊരാളോടോ മോഹൻലാൽ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. അത് മോഹൻലാലിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഗുണമാണ്. അത് ദോഷമായിട്ട് ഞാൻ പറയും. കാരണം എന്തറിയോ, മോഹൻലാൽ എന്തെങ്കിലും അഭിപ്രായം ആരെ പറ്റിയെങ്കിലും പറയും? ആരെപ്പറ്റി പറയില്ല. അത് മമ്മൂട്ടിയെ മാത്രമല്ല. നിങ്ങളെന്താ ഷിബു മമ്മൂട്ടിയെ മാത്രം പറയണേ? ഒരു നടന്മാരെ പറ്റിയും ഒരു നടിമാരെ പറ്റിയും എന്നല്ല, ഒരാളെ പറ്റിയും മോഹൻലാൽ മോശം കമൻറ്റ് പറയില്ല. അഥവാ ഒരാളിന് ഇഷ്ടമില്ല എങ്കിൽ പറയണമെന്നുണ്ടാകും. പക്ഷെ അത് മനസ്സിൽ അദ്ദേഹം കംപ്രസ് ചെയ്ത് വയ്ക്കും. അദ്ദേഹം മമ്മൂട്ടിയെ പോലെ തുറന്നടിക്കില്ല. മമ്മൂട്ടി വെട്ടൊന്ന് മുറിരണ്ടായതുകൊണ്ട് ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്, മുഖത്ത് നോക്കി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പറയുമല്ലോ. മോഹൻലാൽ പറയില്ല. ഇപ്പോൾ യോദ്ധ എന്ന് പറഞ്ഞ പടത്തിന് നേപ്പാളിൽ പോകുന്നതിൻ്റെ തലേദിവസമാണ് ഞാൻ കേരളമോദിക്ക് വേണ്ടി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തത്. ഞാൻ ആ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചെമ്മീൻ എന്ന് പറഞ്ഞ പടം റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏത് ക്യാരക്ടർ താങ്കൾ ചെയ്യും? മമ്മൂട്ടിയോട് ചോദിച്ചാൽ മമ്മൂട്ടി ചിലപ്പോൾ അപ്പം പറയും ആ പഴി ഞാൻ ചെയ്യാം എന്ന് പറയും. എനിക്ക് ആ റൊമാൻറ്റിക് കാമുകൻ മധുസാർ ചെയ്ത വേഷം പറ്റില്ല, ഞാൻ പഴനി ചെയ്യാം എന്ന് പറയും. അതിൽ ആ പടത്തിൽ സൂട്ടബിൾ ആവുന്നതും പഴനി തന്നെ ആയിരിക്കും മമ്മൂട്ടിക്ക്. ഞാൻ മോഹൻലാലിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ അദ്ദേഹം ഒന്നിനും മറുപടി വ്യക്തമായിട്ട് പറയില്ല. അതിപ്പോൾ ഞാൻ ഏത് വേഷം ചെയ്യുന്ന താങ്കൾക്കിഷ്ടം എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അതിൽ ചെമ്പൻ കുഞ്ഞാവുന്നതാണ് ഇഷ്ടം. അതെന്താ? ഞാൻ പറഞ്ഞു ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമ ചെമ്പൻ കുഞ്ഞിലാണ് നിൽക്കുന്നത്, ചെമ്പൻ കുഞ്ഞിൻ്റെ സിനിമയാണ് ചെമ്മീൻ. ശരി, എന്നാൽ അത് ചെയ്യാം എന്ന് പറഞ്ഞു. ഇങ്ങനെ മറുപടി പറയുള്ളൂ അദ്ദേഹം ആരെക്കുറിച്ചും ഒരു കാര്യത്തിനും വ്യക്തമായ മറുപടി പറയില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് നിങ്ങൾ പറഞ്ഞോ, മൈനസ് ആണെന്ന് ഞാൻ പറയും. കാരണം സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാത്ത ആളിനെ ഞാൻ അംഗീകരിക്കുന്ന ആളല്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ശത്രുക്കളുള്ളത്. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് പറയണം. ഏത് കൊടികെട്ടിയവൻ്റെ മുന്നിലായാലും പറയണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. ആ കാര്യത്തിൽ മമ്മൂക്കയാണ് എൻ്റെ എന്താ പറയുക ഇഷ്ട മനുഷ്യൻ. കാരണം അദ്ദേഹം ശരിയായാലും തെറ്റായാലും അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കും. അതിലെനിക്ക് എന്ത് നഷ്ടമുണ്ടാവും എന്ത് ലാഭം ഉണ്ടാവും എന്ന് അദ്ദേഹം നോക്കാറില്ല. ഇവിടെ ഷിബു ബേബി ജോൺ പറയുന്നത് ഒരിക്കൽ പോലും മമ്മൂക്കയെക്കുറിച്ച് മോശമായ ഒരു വാക്ക് എന്നോടോ എൻ്റെ സാന്നിധ്യത്തിൽ മറ്റൊരാളോടോ പറഞ്ഞിട്ടില്ല. പറയില്ല, മോഹൻലാൽ പറയില്ല. ഞാൻ മുമ്പൊരിക്കൽ ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ്.
ഇവിടെ ഒരു അല്പൻ നായകനായി കുറച്ച് പടങ്ങൾ ഓടുകയും എടുത്തുകൊണ്ട് നടക്കാൻ ആളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ ഈ അടുത്ത കാലത്ത് അയാളുടെ പ്രതിഫലം 5 കോടി രൂപയ്ക്ക് മാറ്റി. 5 കോടിയാക്കി മാറ്റിയപ്പോൾ 5 കോടിയോ ഈ പുതിയൊരു പടത്തിന് ബുക്ക് ചെയ്യാൻ ചെന്ന ആൾ ഞെട്ടി ചോദിച്ചപ്പോൾ എടുത്ത വായിൽ അയാൾ പറഞ്ഞത് സഭ്യമല്ല, എങ്കിലും ഞാൻ പറയാണ്, വേണ്ട, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം ജനിച്ചു വളർന്ന മതത്തെ പറഞ്ഞിട്ട്, മതത്തെ നമ്മൾ ഒരു മതത്തെ പറയുമ്പോൾ മാന്യമായിട്ട് പറയും, അതല്ല, അതിൽ മ്ലേച്ഛമായ വാക്കിൽ ഉപയോഗിക്കുന്ന മതത്തെപ്പറ്റി പറഞ്ഞിട്ട് മലയാളത്തിലൊരു വലിയ തെറി പറഞ്ഞിട്ട് അവന് 10ഉം 15ഉം കോടി വാങ്ങിക്കാം അല്ലേ? ഞാൻ 5 കോടി ചോദിക്കുന്നതാണ് നിനക്കൊക്കെ പ്രശ്നം അല്ലേ? മറ്റേ എന്നുണ്ട് അങ്ങനെ മതം പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒരു വലിയ തെറി വിളിച്ചു. എന്നിട്ട് ക്യാമറ കാണുമ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്തിട്ടില്ലേ ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു അവസരവാദ രാഷ്ട്രീയക്കാരനായ സിനിമാക്കാരൻ പറഞ്ഞ വാക്ക് എനിക്കത് കേട്ടോ ഭയങ്കരമായിട്ട് നൊന്തു. മമ്മൂക്കയൊന്നും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ മോഹൻലാൽ ഒരിക്കലും അങ്ങനെ പറയില്ല, ഉറപ്പായിട്ട് പറയില്ല. ഒരു വാക്കുകൊണ്ട് പോലും മോഹൻലാൽ നോവിക്കില്ല. അതിപ്പോൾ ഷിബു പറഞ്ഞില്ല എങ്കിലും അത് സത്യമാണ്. അദ്ദേഹത്തിന് ആരോടെങ്കിലും ഇപ്പം മമ്മൂക്ക ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തോട് എതിർപ്പുണ്ടെങ്കിൽ പോലും അദ്ദേഹം അതിപ്പോൾ അങ്ങനെ അത് പറയണമായിരുന്നു എന്നൊക്കെ ചോദിച്ചങ്ങ് വിടേയുള്ളൂ. അല്ല, അദ്ദേഹം മോഹൻലാൽ ഒരിക്കലും ആരെയും അങ്ങനെ നോവിച്ച് വർത്താനം പറയില്ല. അദ്ദേഹം വിട്ടുകളയും. ഒന്നാമത് ആൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ ഷൈയായ ഒരു മനുഷ്യനില്ല. ക്യാമറയുടെ മുന്നിൽ എന്ത് കാട്ടാൻ നഗ്നനായി തന്മാത്രയിൽ അഭിനയിക്കാൻ തയ്യാറായ നടനാണ്. പക്ഷേ 10 പേരുടെ മുന്നിൽ ആ മനുഷ്യന് നിൽക്കാൻ പറ്റില്ല. ഷൈയാണ് അദ്ദേഹം. എന്നാൽ മമ്മൂക്ക തിരിച്ചുമാണ്. അദ്ദേഹത്തിനോട് തന്മാത്രയിൽ ന്യൂഡായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ ആ നടിയുടെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞാൽ വേറെ പണി നോക്കുന്നില്ലേ പറയും. അദ്ദേഹം ചെയ്യില്ല. പക്ഷെ അദ്ദേഹത്തിന് 1000 പേരുടെ മുന്നിലാണെങ്കിൽ നിൽക്കും, നട്ടലുണ്ട്, എന്താ എന്ന് പറഞ്ഞ് നിൽക്കും. നമ്മൾ ഈ പിണറായി കാണുമ്പോൾ തന്നെ ഒരു ഗ്യാപ്പിട്ടല്ലേ മമ്മൂട്ടിയുടെ അടുത്ത് ആരെങ്കിലും നിൽക്കൂ അല്ലേ? മമ്മൂക്കയുടെ അടുത്ത് ഭയഭക്തി ബഹുമാനത്തോടെയുള്ള സിനിമാക്കാർ പോലും നിൽക്കും. ഒരു വലിയേട്ടൻ്റെ സ്ഥാനം കൊടുത്തല്ലേ മമ്മൂക്കയെ കാണുള്ളൂ. അതിനപ്പുറം നമുക്ക് പോകാൻ കഴിയുന്ന ആളാണ്. പക്ഷെ പോവില്ല. ഒരു ഗ്യാപ്പ് ഇടും. പിണറായിയെ പോലെ തന്നെ നമ്മളൊരു ഗ്യാപ്പ് ഇടും. അത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ മോഹൻലാൽ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ തെറി പറയില്ല, മോശം വാക്ക് പറയില്ല എന്നുള്ളത് സത്യമാണ്. അത് ഷിബു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സത്യമാണ്. ദോശക്കല്ലിൽ നിന്നും നല്ല ദോശ ചുട്ടെടുത്തു കൊണ്ടിരിക്കുന്ന ആളാണ് ജിജോ. ഷിബു പറയുകയാണ്. ഷിബു ആവശ്യമില്ലാതെ ഒരുപാട് പറയുന്നുണ്ട്. അത് ഈ ആദ്യമായിട്ടൊരു പടം ചെയ്തതിൻ്റെ ഇളക്കമായിരിക്കും. ദോശക്കല്ലിൽ നിന്നും ദോശ ചുട്ടെടുത്ത് കൊണ്ടിരിക്കുന്ന ആളാണ് ജിജോ. ആ ദോശക്കല്ലിൽ നിന്നും ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞാൽ അത് ആ പ്രതീക്ഷ അർപ്പിച്ചവരുടെ തെറ്റാണ്. കേരളത്തിലെ ഏതെങ്കിലും മോഹൻലാൽ ഫാൻസുകാരോ മമ്മൂട്ടി ഫാൻസുകാരോ ഷിബുവിനെ വിളിച്ച് പറഞ്ഞോ, ലിജോ നൻപകൽ നേരത്ത് മമ്മൂട്ടി അഭിനയിച്ചതുപോലെ അഭിനയിക്കണം, അത് മോഹൻലാൽ ചെയ്തില്ലല്ലോ നിങ്ങളുടെ പറഞ്ഞു? അല്ലെങ്കിൽ നിങ്ങൾ ദോശ ചുടുന്ന അതിൽ ഇഡ്ഡലി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞെങ്കിൽ അവന് തലയ്ക്ക് സുഖമല്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇതൊക്കെ ചുമ്മാ ഷിബു അങ്ങ് അടിച്ചു വിടുകയാണ്. ആ ദോശക്കല്ലിൽ നിന്നും ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞാൽ അത് ആ പ്രതീക്ഷ അർപ്പിച്ചവരുടെ തെറ്റാണ്. അങ്ങനെ പ്രതീക്ഷയൊന്നും അർപ്പിച്ചില്ല. നൻപകൽ നേരത്ത് മയക്കമടക്കം നല്ല കുറച്ച് സിനിമകൾ ചെയ്ത ലിജോ ജോസ് പല്ലിശ്ശേരി ആദ്യമായി മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യുന്നു. UP-യിൽ ഉത്തർപ്രദേശിൽ പോയി ഷൂട്ട് ചെയ്യുന്നു. അവിടെ ഏതാണ്ട് 10, 60, 70 കോടി രൂപ മുടക്കി എടുക്കുന്നു. മോഹൻലാൽ ചെയ്ത R. സുകുമാരൻ്റെയൊക്കെ സിനിമകൾ പോലെ വ്യത്യസ്തമായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മേക്കപ്പും ചുറ്റുപാടുകളൊക്കെ കണ്ടപ്പോൾ ഇതിലെന്തോ ഒരു വ്യത്യസ്തമായ ഒരു സിനിമ വരുന്നു, ഇതുവരെ നമ്മൾ മോഹൻലാലിൽ കാണാൻ കഴിയാത്ത എന്തോ ആ സിനിമയിലുണ്ട് എന്ന് പ്രതീക്ഷിക്കും. ആരായാലും കോമൺ സെൻസുള്ളവർ പ്രതീക്ഷിക്കും. ലിജോ ചെയ്യുന്ന ആ പടം വരട്ടെ. പിന്നെ കുറേ കാലമായി മോഹൻലാലിൻ്റെ എന്താ പറയുക, ഓരോ സിനിമയ്ക്കും ഓരോ തള്ളിറക്കുമല്ലോ. ഇത് 1000 കോടി, അടുത്തത് 2000 കോടി, പാൻ ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ തള്ളി മറിക്കുന്ന ഒരു സ്വഭാവം ഇവിടെ ഉണ്ട്. എന്നാൽ നേരം എന്ന് പറഞ്ഞ പടത്തിന് ഒരു തള്ളുമില്ലായിരുന്നു. നന്നായിട്ട് ഓടി പടം, കൊച്ചു പടമല്ലേ, നന്നായിട്ട് ഓടി, നല്ല പടമായിരുന്നു. അപ്പോൾ ഈ പടത്തിന് ഇങ്ങനെ ഹൈപ്പുണ്ടാക്കി വരാൻ പോകുന്നത് ഒരു 1.5 സിനിമയാണ്. മോഹൻലാലിൻ്റെ ഇതുവരെയുള്ള സിനിമകളൊന്നും ഒരു പുല്ലുമല്ല, ഇതാ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആവശ്യമില്ല ചപ്പടാച്ചി പരസ്യങ്ങളുണ്ടാക്കി നിങ്ങൾ ഈ പറയുന്ന കുറേ യൂട്യൂബർമാർക്ക് ലക്ഷക്കണക്കിന് രൂപ PR വർക്കെന്ന് പറഞ്ഞ് കൊടുത്ത് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഇറക്കുന്നതാണ് ഒന്നാമത്തെ മോഹൻലാൽ പടങ്ങളുടെ പരാജയം. മമ്മൂട്ടിയുടെ പടത്തിന് അതില്ലല്ലോ. മമ്മൂട്ടിയുടെ പടത്തിന് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 400 കോടി മുടക്കിയ സിനിമയാണ്, 200 കോടിയാണ് ഇതിൻ്റെ ബഡ്ജറ്റ്, അടുത്ത് വരാൻ പോണ 1000 കോടിയാണെന്ന് മമ്മൂട്ടിയുടെ ഒരു പടത്തിനും പറയുന്നില്ല. എല്ലാം അദ്ദേഹം ഒരു ദാരിദ്ര്യ സെറ്റപ്പ് ചെയ്യുമ്പോഴല്ലേ പറഞ്ഞത്. എന്നാൽ എല്ലാം സമ്പന്നമായ പൈസ മുടക്കിയാണ് ചെയ്യുന്നത്. നൻപകൽ നേരത്ത് മയക്കം പോലും നല്ല ബജറ്റിലായിരിക്കുമല്ലോ അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള തള്ളിറക്കാത്തതുകൊണ്ട് ആരാധകരെ കൊണ്ടും
ഈ പറയുന്ന PR കൊണ്ടും തള്ളാത്തതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ പടങ്ങൾ ഓടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ അധികം ഹൈപ്പ് മോഹൻലാലിൻ്റെ പടത്തിന് കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ പ്രതീക്ഷിക്കുന്നത് വരാൻ പോകുന്നത് വരിക്കച്ചക്കയാണെന്ന്. കൂഴച്ചക്ക പോലും അല്ല എന്ന് ചെന്ന് കാണുമ്പോഴല്ലേ അറിയണേ. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷ കൊടുക്കാതിരിക്കൂ. അതാണ് ഇനി മോഹൻലാൽ പഠിക്കേണ്ടത്. ഇനി ഇപ്പോൾ തന്നെ പറയാൻ പോകുന്നു ഏതൊക്കെയോ ഋഷഭ, പിന്നെ ഏതൊരു ഹിന്ദി പടത്തിൻ്റെ പാൻ അമേരിക്കൻ പടം ബറോസ് എന്നൊക്കെ പറഞ്ഞ് കോടികൾ മുടക്കി കോടികളുടെ കിലുക്കവുമായി ബറോസ് വരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ഈ കുഴപ്പം. ലിജോ ജോസ് പല്ലിശ്ശേരി മാനസികമായി തകർന്നിരിക്കുന്നു എന്നാണ് ഷിബു കണ്ടെത്തിയ ഒരു കാര്യം. എനിക്ക് തോന്നുന്നു ഈ പടത്തിൻ്റെ ചിലവാക്കിയ പൈസ ഷിബു മാത്രമല്ലാത്തതുണ്ട്, 3 പേരായിട്ടാണ് നിർമ്മാതാക്കൾ. ഷിബുവിൻ്റെ പൈസ കൂടുതൽ അനങ്ങിയില്ല. എന്താ ഷിബുവിന് എന്തായാലും പൈസ പോയതിലൊരു കൂസലില്ല. പൈസ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു അറിവ്, ചിലവാക്കിയ പൈസയിൽ ചിലപ്പോൾ ഒരു 7-8 കോടി രൂപയുടെ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതിനെ ബാക്കി പൈസ എല്ലാം വിറ്റെടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഷിബു സമ്മതിക്കുമെന്ന് എനിക്കുണ്ട്. എനിക്കത് കൃത്യമായി വിറ്റിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഷിബു കുലുങ്ങുന്നില്ല. ചിലപ്പോൾ ഈ രാഷ്ട്രീയക്കാരനല്ലേ വർഷങ്ങളായിട്ട്, അച്ഛൻ വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയക്കാരൻ, മകനും ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ, കൊല്ലം ജില്ലയിലെ പാർട്ടിയാണെങ്കിൽ പോലും വലിയ രാഷ്ട്രീയക്കാരനൊക്കെ ആയതുകൊണ്ട് കണക്കിപ്പെടാത്ത കാശ് ഇഷ്ടം പോലെ കാണുന്നേ. എന്തായാലും അദ്ദേഹം പടം പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനൊരു കൂസലുമില്ല. പകരം അദ്ദേഹം പറയുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി മാനസികമായി തകർന്നിരിക്കുന്നു. ഡീഗ്രേഡിങ് നടത്തുന്നവരുടെ പശ്ചാത്തലം നോക്കിയാൽ രാഷ്ട്രീയ താല്പര്യങ്ങളും മറ്റ് താല്പര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് മനസ്സിലാവണില്ല ഡീഗ്രേഡിങ് നടത്തിയവരെ എങ്ങനെയാണ് ഷിബു അത് രാഷ്ട്രീയ താല്പര്യമാണെന്ന് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും പണ്ടേ മത്സരമുണ്ട്. അതിൽ മമ്മൂട്ടിയുടെ പരീക്ഷണങ്ങളെ അദ്ദേഹത്തെ ഇഷ്ടമുള്ളവർ സ്വീകരിക്കും. മമ്മൂട്ടിയുടെ പരീക്ഷണ സിനിമകളെ ഫാൻസുകാർ സ്വീകരിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ ലാലിനെ ഇഷ്ടപ്പെട്ടവർ അത് ചെയ്യുന്നില്ല. അതെന്താ ചെയ്യാത്തത്? ലാല് പരീക്ഷണം നടത്തിയിട്ടുള്ള നല്ല സിനിമകളെല്ലാം ഓടിയിട്ടുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായി നഷ്ടം വന്നാലും അത് എന്നും ഒരു ലാൻഡ് മാർക്കായി നിൽപ്പുണ്ട്. ഇപ്പോൾ വാനപ്രസ്ഥം എന്ന് പറഞ്ഞ പടം സാമ്പത്തികമായി നഷ്ടം വന്ന പടം, മോഹൻലാലിൻ്റെ കുറേ കാശ് പോയ പടം. പക്ഷേ വാനപ്രസ്ഥം ആരെങ്കിലും കുഞ്ഞുകുട്ടനെ ആരെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ? മോഹൻലാലിനെ അഭിനയിക്കാറുള്ള ഈ വാലിബനെ പോലെ ആയിപ്പോയെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മോഹൻലാൽ നല്ല സിനിമ, ഇപ്പോൾ സതയം, 7 ആർട്സിൻ്റെ സതയം നന്നായിട്ട് ഓടിയൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് സതയത്തിൻ്റെ ക്ലൈമാക്സ് കണ്ടിരിക്കാൻ പറ്റാതെ പോയ ഒരാളാണ്. അതിലെ എന്താ പറയുക, അതിലാ ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളെയായിട്ട് സത്യനാഥൻ കൊല്ലുന്നത് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും മനസ്സ് കിടുകിടാ വരും. മോഹൻലാൽ പരീക്ഷണം നടത്തിയിട്ടുള്ള എല്ലാ വേണ്ട, R സുകുമാരൻ്റെ പാദമുദ്ര എടുക്കൂ. കാവടി ആടാനറിയാത്ത ആ മനുഷ്യൻ മാധു പണ്ടാരമായിട്ട് എന്ത് മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹം പരീക്ഷ ഉയരിഞ്ഞ നാടകം എന്ന് പറഞ്ഞാൽ P ചന്ദ്രകുമാറിൻ്റെ ഒരു പടമുണ്ട്, കോണകം മാത്രം കൊടുത്ത് അഭിനയിച്ച പടം. ഈ മോഹൻലാലിൻ്റെ ഫാൻസുകാർ കണ്ടിരിക്കില്ല, കാരണം അന്ന് മോഹൻലാലിൻ്റെ ഫാൻസ് ഇല്ല. മനോഹരമായ സിനിമയല്ലേ ദാരപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. മോഹൻലാൽ പരീക്ഷണം നടത്തിയിട്ടുള്ള സിനിമകളൊക്കെ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ വാസ്തുഹാര, G അരവിന്ദൻ്റെ വാസ്തുഹാരയിൽ മോഹൻലാൽ മോശമല്ല. അതെന്താന്ന് ഈ പറയുന്ന നമ്മുടെ ഷിബു ബേബി ജോൺ മനസ്സിലാകത്തെന്ന് എനിക്കറിയില്ല. മമ്മൂട്ടിയുടെ പരീക്ഷണങ്ങളെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആരാധകർ കൈനീട്ടി സ്വീകരിക്കും. എന്നാൽ ലാലിന് ഇഷ്ടപ്പെടുന്നവർ അത് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ലാൽ അതിൽ മാത്രം പരിമിതപ്പെടണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഏതിൽ പരിമിതപ്പെടണമെന്ന് ഇതാരാ ഷിബുവിനോട് പറഞ്ഞത്? ഷിബു അങ്ങ് അടിച്ചു വിടുകയാണെന്നേ. ഷൂട്ടിംഗ് ആരംഭിച്ചത് മുതൽ റിലീസിൻ്റെ തലേ ദിവസം വരെ ലിജോ അനുഭവിച്ച ടെൻഷൻ ഞാൻ നേരിട്ട് കണ്ടു. ഷിബു ബേബി ജോൺ കണ്ടു, നിർമ്മാതാവ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുമെന്നോ അങ്ങനത്തെ പുതിയ ഉപകരണങ്ങൾ പറയാം. ഞാനിത് പറയുമ്പോൾ ഷിബു ബേബി ജോണിന് എനിക്ക് പരിചയം പോലും ഇല്ല. നമ്മൾ രാഷ്ട്രീയപരമായി എതിരാളിയായിട്ട് സംസാരിക്കണമെന്നും വിചാരിക്കരുത്. അങ്ങനെയൊന്നുമല്ല, എനിക്ക് രാഷ്ട്രീയം അങ്ങനെയൊന്നുമല്ല. ഞാൻ പറയുന്നത്, എൻ്റെ പൊന്ന് ഷിബു ബേബി ജോൺ, താങ്കൾ മനസ്സിലാക്കേണ്ടത് അടൂർ ഗോപാലകൃഷ്ണൻ മുതൽ KS ഗോപാലകൃഷ്ണൻ വരെയുള്ള സംവിധായകരെ എടുത്താൽ ലിജോയ്ക്ക് മാത്രമല്ല ഈ ടെൻഷൻ വരുന്നത്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം മുതൽ, അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് കഥ കണ്ടെത്തി സ്ക്രിപ്റ്റ് എഴുതുന്നത് മുതൽ പടം തിയേറ്ററിലെത്തി അതിൻ്റെ റിസൾട്ട് അറിയുന്നവരെ എല്ലാ സംവിധായകർക്കും ആ ടെൻഷൻ ഉണ്ടെന്നേ. അതില്ലാത്തവൻ സംവിധായകനല്ല എന്ന് ഞാൻ പറയും. ഈ പടം എന്താവും, നാളെ റിലീസാണ്, എന്താവും, ആദ്യത്തെ ഷോ കഴിഞ്ഞാൽ ആദ്യത്തെ ഷോ കഴിയുന്നവരെയും ആ സമാധാനം ഉണ്ടാവില്ല. ഇത് ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ ഷൂട്ടിംഗ് ആരംഭിച്ചത് മുതൽ റിലീസിൻ്റെ തലേ ദിവസം വരെ ജിജോ അനുഭവിച്ച ടെൻഷൻ ഞാൻ നേരിട്ട് കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലിജോ മാത്രമല്ല, അത് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നതാണ്. എല്ലാവരും A to Z. ആവട്ടെ, ഇപ്പം എന്താ പറയുക, മോഹൻലാലിനെ വെച്ച് സിനിമ എടുക്കുന്ന പ്രിയദർശൻ മോഹൻലാലിൻ്റെ ഒരു പടം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനായിരിക്കും ലിജോയെക്കാളും ഇരട്ടി ടെൻഷൻ ഉള്ളത്. കാരണം മോഹൻലാലിനെ വെച്ച് പ്രിയദർശൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകനൊരു വിലയിടും അങ്ങോട്ട്.
ഈ വരാൻ പോകുന്ന പടം കിലുക്കത്തിൻ്റെ 100 ഇരട്ടി മേളിലായിരിക്കും, മിന്നാരത്തിനേക്കാൾ 50% കൂടി ചിരിക്കാനുണ്ടാവും. അങ്ങനെ അവർ കയറുമ്പോൾ ആ പടം ഓടണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ടെൻഷൻ പ്രിയനുണ്ടാവും. പ്രിയന് കിട്ടുന്ന ഒരു വലിയ ടെൻഷനാണ്. കാരണം മോഹൻലാലിനെ വെച്ച് പ്രിയൻ ചെയ്യുമ്പോൾ പ്രേക്ഷകർ അമിതമായി ചിരിക്കാനുള്ള സാധനങ്ങൾ പ്രതീക്ഷിക്കും. അപ്പോൾ ആ പ്രതീക്ഷ നിലനിർത്താനുള്ള ടെൻഷൻ അദ്ദേഹത്തിനുണ്ടാവും. അതുപോലെ തന്നെ ആരെ വെച്ച് ചെയ്താലും, ഇപ്പോൾ രാജസേനൻ ജയറാമിനെ വെച്ച് സിനിമ ചെയ്തുകൊണ്ടിരുന്നു, അദ്ദേഹത്തിന് ടെൻഷൻ കാണില്ലേ? കഴിഞ്ഞ പടത്തെക്കാൾ ഈ പടം ഓടിയില്ലെങ്കിൽ ഈ പടം എൻ്റെ ഇതുവരെയുള്ള കളക്ഷനിലും മോളിൽ പോകണമെന്ന് അദ്ദേഹത്തിന് ചിന്ത കാണില്ലേ? ഇത് KS ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ സംവിധായകന് വരെ ഉണ്ടാവുമെന്നേ ആ ടെൻഷൻ. പക്ഷേ ഇദ്ദേഹം വിചാരിക്കുന്നത് ലിജോയ്ക്ക് മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ എന്നാണ്. മോശം പടം എടുക്കാൻ വേണ്ടിയല്ലല്ലോ ഈ ടെൻഷൻ മുഴുവൻ അനുഭവിച്ചത്. ആരെങ്കിലും മോശം സിനിമ എടുക്കാനായിട്ട് ഇറങ്ങുമോ എൻ്റെ പൊന്നെ ഷിബു ബേബി ജോണേ? ഒരാളും ഇറങ്ങില്ല എന്നേ മോശം സിനിമ എടുക്കാൻ. പൈസയുള്ള ഒരു പ്രൊഡ്യൂസറെ കിട്ടി, ഒരു മോശം സിനിമ എടുത്തേക്കാം, ആരും ഇറങ്ങില്ല. എല്ലാവരും എടുക്കുന്നതും ഈ പടം ഓടണം എന്ന് പറഞ്ഞ് തന്നെയാണ്. ഓടാത്ത സിനിമ എടുക്കാമെന്ന് പറഞ്ഞാൽ ആരും പോകാറില്ല. ഈ ആർട്ട് സിനിമാക്കാരെന്ന് നമ്മൾ കളിയാക്കുന്ന, ഉച്ചപ്പടത്തിൻ്റെ സംവിധായകരെന്ന് കളിയാക്കുന്ന, താടി സിനിമ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ ഈ പടം ഓടണ്ട കേട്ടോ, ആരും കാണണ്ട എന്ന് പറഞ്ഞെടുക്കും. ഇല്ല, എല്ലാവർക്കും ഓടണമെന്ന് തന്നെയാണ് ആഗ്രഹം. അല്ലാതെ ഈ LJP എന്ന് വിളിക്കുന്ന ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് മാത്രമല്ല ഷിബു ബേബി ജോണേ താല്പര്യം. അങ്ങനെ ഒരു വ്യക്തിയെ പെട്ടെന്ന് എല്ലാവരും വലിച്ചു കീറുമ്പോഴുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയൊരു ആഘാതമാണ് അതെന്നും ഇദ്ദേഹം പറയുന്നു. ഞാൻ പറയുന്നത് വലിച്ചു കീറാൻ നിന്നു കൊടുത്തതാണെന്ന് ഞാൻ പറയും. കാരണം ലിജോ ജോസ് പല്ലിശ്ശേരി ചെയ്യുമ്പോൾ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ അദ്ദേഹത്തിൻ്റെ നൻപകൽ നേരത്തെ മയക്കം, ഇപ്പോൾ ആ പടം ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിക്കുമ്പോൾ ആ പടത്തിന് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കിട്ടണമെന്നായിരിക്കും ആ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരുടെ ആഗ്രഹം. കാരണം ലിജോ അത് തെറ്റിക്കാറില്ല. അപ്പോൾ അങ്ങനെ ലിജോ ജോസ് പല്ലിശ്ശേരി ഒരു സിനിമ എടുക്കുമ്പോൾ ആളുകൾ അങ്ങനെ പ്രതീക്ഷിക്കുമെന്നേ. അതിൽ വകയ്ക്ക് കൊള്ളാത്ത 10 മിനിറ്റ് കണ്ട് സഹിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ മദ്രാസിൽ നിന്ന് വന്ന പത്രപ്രവർത്തകൻ എന്നോട് പറഞ്ഞത്, എൻ്റെ പൊന്ന് ദിനേശേ, ഒരു 10 മിനിറ്റ് തള്ളി വിടാൻ പറ്റുന്നില്ല, എന്നിട്ടും ഇതിൻ്റെ അവസാനം എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇരുന്നത്. ഒന്നുമില്ല ആ സിനിമയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ എടുത്തു വച്ചിട്ട് വലിയ ആഘാതമാണ് ലിജോ ജോസ് പല്ലിശ്ശേരി കിട്ടിയെന്ന് പറഞ്ഞാൽ, ലിജോ ജോസ് പല്ലിശ്ശേരിയും PS റഫീഖും അടക്കമുള്ളവർ, അല്ലെങ്കിൽ ഷിബു ബേബി ജോൺ അടക്കമുള്ളവരും ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മോഹൻലാൽ അടക്കമുള്ളവർ പറയണ്ടേ, അയ്യോ ഇത് പോകില്ല കേട്ടോ സാധനം. ഇപ്പോൾ ആസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ വർക്ക് ചെയ്തു, മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ. സുരേഷ് കുമാർ ആയിരുന്നു നിർമ്മാതാവ്, രാജീവ് അഞ്ചലായിരുന്നു ഡയറക്ടർ. രാജീവ് ഗാന്ധി മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ശ്രീപെരുമ്പത്തൂരിൽ നടക്കുന്ന കാർ റേസിംഗ് ഞങ്ങൾ ഷൂട്ട് ചെയ്തു 5 ക്യാമറ വെച്ചിട്ട്. ഒരു ക്യാമറ മരിച്ചുപോയ ക്യാമറാമാൻ രാധാകൃഷ്ണനായിരുന്നു, ഒരു ക്യാമറ അതിൻ്റെ സംവിധായകൻ ഞാൻ, ഒരു ക്യാമറയിൽ രാജീവ് അഞ്ചലും സാലു ജോർജും, ഒരു ക്യാമറയിൽ മധുപാലും ഒരു ക്യാമറമാനും, അങ്ങനെ 5 ക്യാമറയൊക്കെ വെച്ച് അത് ഷൂട്ട് ചെയ്തു. അത് ഷൂട്ട് ചെയ്ത് വന്ന ശേഷം മെർലാൻഡിൽ ഒരു കാറ് സെറ്റിട്ട്, സാബു സിറിൽ സെറ്റിട്ട്, രഘുത്തമൻ എന്ന് പറഞ്ഞ നമ്മളെ പങ്കജ് സേനൻ ചേട്ടൻ്റെ അനുജൻ ഡാൻസ് കമ്പോസ് ചെയ്യുന്നു, NL ബാലകൃഷ്ണനും മോഹൻലാലും എല്ലാം കൂടെയുള്ള ഇത് കമ്പോസ് ചെയ്ത് ഡാൻസിൻ്റെ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷോട്ട് റെഡി, ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞ് ഷോട്ട് റെഡി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ രാജീവ് അഞ്ചൽ എന്നോട് പറഞ്ഞു, ദിനേശ് ലാലിനെ വിളിക്കുക. ഞാൻ മോഹൻലാലിൻ്റെ അടുത്ത് ചെന്നു, എന്താ എന്നിട്ട് ഞാൻ ഷോട്ട് റെഡി. എന്ത് ഷോട്ട് റെഡി? ഞാൻ എടുക്കാനുള്ള, എന്തിനാ ഇത്ര ധൃതി വെച്ചെടുക്കണേ? അപ്പോൾ മോഹൻലാൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഈ സമയത്ത് 20 ദിവസം എന്തോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി എടുക്കുന്നത് 6 മാസം കഴിഞ്ഞാണ്. കാരണം പുള്ളി അമേരിക്കൻ ഷോയോ എന്തൊക്കെയോ വിദേശത്തൊക്കെ പോയിട്ട് വന്നിട്ട് വേറെ ഏതോ കമ്മിറ്റ് ചെയ്ത സിനിമ കഴിഞ്ഞ് ഇത് നടക്കും. അപ്പോൾ 6 മാസം കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഇത് ചിത്രീകരിക്കണേ? ശ്രീപെരുമ്പത്തൂർ കാർ റേസിംഗ് നടക്കുന്നതുകൊണ്ട് അവിടെ പോയി ഷൂട്ട് ചെയ്തെന്നുള്ള മനസ്സിലാക്കാം. ഈ മെർലാൻഡിൽ ഈ കാറൊക്കെ സെറ്റിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഷൂട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവനെ എനിക്കറിയില്ല. നിങ്ങൾ ചെന്ന് രാജീവഞ്ചലിനോട് സംസാരിക്കും കേട്ടോ. ഞാൻ നേരെ രാജുവേട്ടൻ്റെ ചെന്ന് പറഞ്ഞു, രാജുവേട്ടാ എന്തിനാണ് ഇത്രയും ധൃതി പിടിച്ച് ഇത് ഷൂട്ട് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചു, ഞാൻ അങ്ങനെ ചോദിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ പറയാമോയെന്ന് എനിക്കുണ്ടെങ്കിൽ ഞാൻ പറയുന്നു. മോഹൻലാൽ ചൂണ്ടിക്കാണിച്ചു നോക്കുമ്പോൾ നിർമ്മാതാവായ സുരേഷ് കുമാർ, സനൽകുമാർ, അന്ന് സനൽ കൂടെ ഉണ്ട്, സനൽകുമാർ, അതിൽ അഭിനയിക്കാൻ വന്ന ഏതോ 1-2 നടികൾ, പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ സന്തോഷ് എന്ന് പറഞ്ഞൊരു നിർമ്മാതാവുണ്ട്, മമ്മൂട്ടിയുടെ കൂടെ ഒരുപാട് കാലം നടത്തുന്നത് സന്തോഷ്, ജിക്കു സന്തോഷ്, ഇവരെല്ലാം കൂടി കുറച്ച് ദൂരെ ഇരുന്ന് എന്തോ തമാശകൾ പറഞ്ഞ് പൊട്ടി 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 ചിരിക്കുകയാണ്. ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നു ഫ്ലോറിൽ, ഇവിടെ മോഹൻലാൽ ഇരിപ്പുണ്ട്, അവിടെയാണ് പൊട്ടി പൊട്ടി ചിരി നടക്കുന്നത്. അപ്പോൾ മോഹൻലാൽ എന്നോട് പറഞ്ഞു,
അവനിതൊരു ഉത്സവം പോലെയാണ്. ഉത്സവപ്പറമ്പിൽ പ്രോഗ്രാം കാണാൻ വന്നതുപോലെയാണ് അവൻ ഇരിക്കുന്നത്. അവനിതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. ആർക്ക്? സുരേഷ് കുമാർ. അതുകൊണ്ട് അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ രാജീവ് അഞ്ചലിനോട് പറയൂ, ഇത്ര ധൃതി പിടിച്ചെന്തിനാ ഷൂട്ട് ചെയ്യണമെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. രാജുവേട്ടൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങി. ആദ്യം മോഹൻലാലിൻ്റെ അടുത്ത് പോയി. അത് കഴിഞ്ഞ് സുരേഷ് കുമാറിനെയൊക്കെ വിളിച്ചു വരുത്തി. മോഹൻലാലും സുരേഷ് കുമാറും രാജീവ് അഞ്ചലും എല്ലാം കൂടി ഏതാണ്ട് ഒരു മണിക്കൂറോളം ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ മോഹൻലാൽ പറയുന്ന പ്രശ്നം, ഞാൻ ഈ പടത്തിൻ്റെ 90% സീനിലും ഇരുട്ടത്താണ് നിൽക്കുന്നത്. കാരണം ഇത്രയും വികൃതമായി പോയ ആളാണ്. ഒരു കാർ റേസിൽ പങ്കെടുത്ത് അപകടം പറ്റി ഇത്രയും വികൃതമായി പോയ ഒരാളിൻ്റെ കഥയാണ്. ഇത്രയേ ഉള്ളൂ, പകുതിയേ ഉള്ളൂ. നമ്മുടെ യക്ഷിയിൽ സത്യമാഷി ചെയ്തതുപോലെ പകുതി വികൃതവും പകുതി സൗന്ദര്യവും ഉള്ള മുഖമാണ്. ഇങ്ങനെ എന്നെ ആരാധകർ, ഈ സിനിമ കാണുന്ന പ്രേക്ഷകർ ഇഷ്ടപ്പെടുമോ എന്ന് മോഹൻലാലിനൊരു സംശയം. ആ സംശയം അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇത് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ സിനിമ സുരേഷേ, നിൻ്റെ കാശ് പോകുമെന്നുള്ളതല്ലാതെ ഇത് ഓടില്ല. പിന്നെ നമ്മുടെ ഷൂട്ടിങ് 6 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇപ്പോൾ ഈ ധൃതി വെച്ച് ഈ സീനുകൾ നമുക്കൊന്നുകൂടി ആലോചിക്കാം. 6 മാസം കഴിഞ്ഞ് എന്ത് വേണമെന്ന് ആലോചിക്കാം. നിർത്തി വയ്ക്കുന്നതാണ് നല്ലത്. പെരുമ്പത്തൂരിലെ കാർ റേസ് ഷൂട്ട് ചെയ്ത് അവിടെ ഇരിക്കട്ടെ, പക്ഷേ നിർത്തി വയ്ക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ ആളാണ് മോഹൻലാൽ. അവിടെ നിർത്തി. അന്ന് ഉച്ചയ്ക്ക് ഷൂട്ടിംഗ് നിർത്തി. അത് കഴിഞ്ഞ് ചെയ്ത സുരേഷ് കുമാറിന് വേണ്ടി ചെയ്ത പടമാണ് ബട്ടർഫ്ലൈസ്. അപ്പം ഞാൻ പറയുന്നത്, ഷൂട്ടിംഗ് ആരംഭിച്ചത് മുതൽ റിലീസിൻ്റെ തലേ ദിവസം വരെ ലിജോ അനുഭവിച്ച ടെൻഷനെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് മോഹൻലാലിനും ലിജോയ്ക്കുമൊക്കെ ഉണ്ടായ ഒരു വലിയ ആഘാതമാണെന്ന് ഷിബു ബേബി ജോൺ പറയുമ്പോൾ, റഫീഖ് സ്ക്രിപ്റ്റ് എഴുതി ലിജോ അടക്കമുള്ളവർ വന്നിരുന്ന്, മോഹൻലാൽ അടക്കമുള്ളവർ ഇരുന്ന് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഈ ചവർ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണ്ടേ. നമ്മൾ യു പിയിൽ പോയി ഒരു കഥ വേണമെങ്കിൽ പെട്ടെന്ന് പറയാം, ഒരു കൊച്ചു കഥ, ആർക്കും അറിയണ്ടാത്തൊരു കഥ. യു പിയിൽ വെച്ച് മോഹൻലാലിന് സുഖമില്ലാതായപ്പോൾ പെട്ടെന്ന് ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ ചെന്നപ്പോൾ അറിഞ്ഞ ഒരു നേഴ്സ് മാത്രമുള്ളൊരു ആശുപത്രി, സർക്കാരിൻ്റെ. അടുത്തെങ്ങും പ്രൈവറ്റ് ആശുപത്രി ഒന്നുമില്ല, ഡോക്ടർ പോലും ഇല്ല. അങ്ങനെ ഒരു ആശുപത്രിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മോഹൻലാൽ ആലോചിച്ചു വന്നു, നമ്മുടെ കേരളം എവിടെ ഷൂട്ട് ചെയ്താലും ഒരു പെട്ടെന്ന് ഇതുപോലെ സുഖമില്ലാതായാലും ഓടിപ്പോയാൽ എത്ര ആശുപത്രിയുള്ള സംസ്ഥാനം. ഈ യു പി പോലുള്ളൊരു വലിയ സംസ്ഥാനത്ത് ഒരു അസുഖം വന്നാൽ ചെന്നാൽ ചികിത്സിക്കാൻ ഒരു ഡോക്ടർ പോലും ഇല്ല, ഈ കാലത്തും ഇല്ല എന്ന് മോഹൻലാൽ ഒരാളിനോട് സ്വകാര്യമായി പറഞ്ഞത് എന്നോട് ഒരാൾ പറഞ്ഞു. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്ന് മോഹൻലാലിന് നേരിട്ട് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത്, മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്നും വീഴ്ച വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സ്റ്റോറികൾ കേൾക്കുന്ന ആൻ്റണി പെരുമ്പാവൂർ ഈ കഥ കേട്ടോന്ന് തന്നെ, കാരണം അദ്ദേഹം നിർമ്മാതാവല്ല, എങ്കിൽ പോലും അദ്ദേഹം കേട്ടിരിക്കാം. അദ്ദേഹമെങ്കിലും ലാൽ സാറിനോട് ചോദിക്കണ്ടേ, സാറേ ഇത് ചെയ്യണോ? നമ്മൾ ലിജോയെ വെച്ച് ഈ പടം ചെയ്യുന്നതൊക്കെ, പക്ഷേ ലിജോ ഒരു പടം ചെയ്യാൻ വരുമ്പോഴേ ആളുകൾ പ്രതീക്ഷിക്കില്ല സാറേ, ഇങ്ങനത്തെ ഒരു ചവർ സാധനം എടുത്ത് ചെയ്താൽ മനസ്സിലാവും ആളുകൾക്ക്. കോമൺ സെൻസ് ഉള്ള ആളല്ലേ ആൻ്റണി പെരുമ്പാവൂർ. അദ്ദേഹം ചോദിച്ചോ എന്ന് എനിക്കറിയില്ല. അതോ അമിതമായി ലിജോയെ വിശ്വസിച്ചതുകൊണ്ട് ഒരു LJP ലെവലിൽ നിൽക്കുന്നുണ്ട്. LJP ചെയ്താൽ ഏത് ചവറും ഓടുമെന്ന് വിചാരിച്ച് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കണ്ട ഒരാളും ഈ സിനിമ മനോഹരമാണെന്ന് പറയുന്നില്ല. അതും മോഹൻലാലിൻ്റെ ഫാൻസുകാരും പറയുന്നില്ല. അതാണ് രസം. എന്നെ വിളിച്ച ഫാൻസുകാരും പറയുന്നു, സഹിക്കാൻ പറ്റില്ല കേട്ടോ ലാലേട്ടൻ്റെ ഈ പടം, ലാലേട്ടൻ എന്തിനീ പടം ചെയ്തു എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്, ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷ വന്ന പടമാണെന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ മലൈക്കോട്ട വാലിബനെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകളും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ നമ്മുടെ രാജ്യം നൽകി ആദരിക്കുന്ന പത്മ അവാർഡുകളെക്കുറിച്ചും ഫാൻസുകാർ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട്. O രാജഗോപാലിനും ഉഷ ഉതുപ്പിനും വരെ പത്മഭൂഷൺ കൊടുത്തു, ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ കൊടുത്തു, സാക്ഷാൽ മമ്മൂട്ടി ഗെറ്റ് ഔട്ട്. ഈ മമ്മൂട്ടിക്ക് റോഷോക്കിനും നൻപകൽ നേരത്തിനും ദേശീയ അവാർഡ് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാണ് മമ്മൂട്ടിയുടെ ഫാൻസുകാർ പറയുന്നത്. കാരണം അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ട് 20-22-25 വർഷമായി. ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ മധുസാറിന് എന്നാ പത്മശ്രീ കൊടുത്തേ? മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ കൊടുത്തിട്ട് ഞാനൊക്കെയാണെങ്കിൽ പോകില്ല വാങ്ങാൻ. അപ്പോൾ നീ ആരെന്ന് ചോദിക്കരുതേ താഴെ വന്ന്. ഞാൻ പറയുന്നത്, മലയാള സിനിമയിലെ വേറെ ഒരു നടനാണെങ്കിൽ, ഇത്ര സീനിയറായ ഒരു നടനാണെങ്കിൽ പോവില്ല, സത്യമാഷാണെങ്കിൽ പോവില്ല, ഉറപ്പായിട്ട് പോവില്ല. മധുസാറിന് പിന്നെ അതൊന്നും ഒരു പ്രശ്നമല്ല. പോകരുതേ എന്ന് പറഞ്ഞിട്ട് പോലും സാറിന് രാഷ്ട്രപതി തരുന്നൊരു അവാർഡല്ലേ, അത് തരട്ടെ, തരുന്നത് വാങ്ങാം, എത്ര കാലം കഴിഞ്ഞു നമ്മൾ നോക്കണ്ട എന്ന് പറഞ്ഞാണ് അദ്ദേഹം വാങ്ങിച്ചു. ഇവിടെ അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തി എന്ന് പറഞ്ഞാൽ കുറേ എണ്ണത്തിന് കൊടുത്തിട്ട് പോലും, അർഹതപ്പെടാത്തവർക്കൊക്കെ കൊടുത്തിട്ട്
മധുസാറിനെ പോലെ സിനിമയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, സിനിമയിൽ ആർക്കൊക്കെ കിട്ടി നിങ്ങൾ അന്വേഷിച്ച് നോക്കിയേ. അവർക്കൊക്കെ കൊടുത്തിട്ട് വഴിയെ പോണവന്മാർക്കെല്ലാം കൊടുത്തിട്ടല്ലേ, അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടല്ലേ മധുസാറിന് കൊടുത്തത്. അതും ഒരു ഉണക്ക പത്മശ്രീ കൊടുത്ത് ഒതുക്കേണ്ട ആളാണോ മധുസാർ? ആണോ? ഇവിടെ ഞാനൊരു കാര്യം പറയാം, എല്ലാം കൂടെ കയറി ശത്രുവാവും, കേസും വഴക്കും ആളുകളുടെ പ്രാക്കും ഒക്കെ ആയിട്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയില്ല. എന്നാലും പറയാതിരിക്കാൻ വയ്യുന്നേ. ഇവിടെ ക്യാമറയുടെ മുന്നിൽ നിർത്തിയ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കുട്ടിയെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിപ്പിച്ചത് KS സേതുമാധവനാണ്. ഓടയിൽ നിന്ന് എന്ന് പറഞ്ഞ പടത്തിൽ ബാലതാരമായിട്ട്. സേതുമാധവൻ സാറിൻ്റെ ജീവിതത്തിൻ്റെ അവസാന റീൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം മനസ്സുകൊണ്ട് ഒരു എന്താ പറയുക, ഹൈന്ദവ വിശ്വാസി, ഹൈന്ദവ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരാളായിരുന്നു. ആ മനുഷ്യന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ല അദ്ദേഹം അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ അർഹതപ്പെട്ടതാണ് ഒരു പത്മശ്രീ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇന്ത്യ ടുഡേയുടെ എഡിറ്ററായിരുന്ന PK ശ്രീനിവാസനടക്കം, മദ്രാസിലെ മലയാളി അസോസിയേഷൻ അടക്കം, എത്രയോ പേർ, ഇപ്പോൾ ഗവർണറായിരിക്കുന്ന PS ശ്രീധരൻപിള്ള അടക്കം, സുരേഷ് ഗോപി അടക്കം എത്രയോ പേരോട് പറഞ്ഞു ആ KS സേതുമാധവന് വേണ്ടി ഒരു പത്മശ്രീക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കണം. ഇവിടെ കരാൾക്കടയിൽ നിന്ന് നേരെ ഇത് മാച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ വേണ്ടി സുരേഷ് ഗോപി എത്രയോ പ്രാവശ്യം പ്രധാനമന്ത്രിയെ കാണുമല്ലോ, അല്ലേ? സംസ്ഥാന പ്രസിഡൻ്റായ സുരേന്ദ്രൻ്റെ മോളെ കല്യാണത്തിന് പോലും വരാത്ത പ്രധാനമന്ത്രി ഗുരുവായൂരിൽ വന്നത് സുരേഷ് ഗോപിക്ക് അത്രയും ബന്ധമുള്ളതാണ്. ആ സുരേഷ് ഗോപിക്ക് എന്നെ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിർത്തിയ സേതുമാധവൻ സാറിന് ഒരു പത്മശ്രീ വാങ്ങിക്കൊടുക്കാനുള്ള ധാർമ്മിക മര്യാദയില്ലേ? ചെയ്തില്ല. സിനിമാക്കാർ ചെയ്യില്ലെന്നേ. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ക്യാരക്ടറുകളാണല്ലോ സിനിമയിലുള്ളത്. അതുകൊണ്ട് ചെയ്യില്ല. സേതുമാധവൻ സാറിൻ്റെ ആത്മാവ് പൊറുക്കട്ടെ സുരേഷ് ഗോപിയോട് പൊറുക്കണം സേതുമാധവൻ സാർ. ഒരു വിവരദോഷി നമുക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അങ്ങ് ക്ഷമിക്കണം. ഏവന് പത്മശ്രീ കിട്ടിയിട്ടും പത്മഭൂഷൺ കിട്ടിയിട്ടും പത്മവിഭൂഷൺ കിട്ടിയിട്ടും എന്തെങ്കിലും ഫലമുണ്ടോ സിനിമയിൽ? സേതുമാധവൻ സാറിനെ പോലുള്ളൊരു വലിയ മനുഷ്യന് അതുപോലെ എത്ര പേർക്കെന്നേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇവർ എന്തെല്ലാം വാചകങ്ങൾ അടിക്കുന്നു. ഇപ്പോൾ മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ കിട്ടാത്തതുണ്ട്. ഇവിടെ ഒരു പാട്ടുകാരൻ ജയചന്ദ്രൻ ഇവിടെ ഇരിപ്പുണ്ട് തൃശ്ശൂർ. ഇവിടെ ചിത്ര അടക്കം എത്രയോ ജൂനിയേഴ്സിന് പത്മശ്രീ കൊടുത്തിട്ട് ജയചന്ദ്രൻ കൊടുക്കാത്തതുണ്ട്. ജയചന്ദ്രൻ ആരെയും ചൊറിയാൻ പോകില്ല, തലയെറിഞ്ഞ് നിൽക്കില്ല, ശുപാർശ ആരെങ്കിലും കൊണ്ട് ശുപാർശ ചെയ്യിക്കില്ല, എന്തു വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വേണ്ട, മദ്രാസിലുള്ള ആരെങ്കിലും പിടിക്കാമെന്ന് പറഞ്ഞാൽ മദ്രാസിൽ ചെന്ന് അവാർഡ് ഈ പത്മ പുരസ്കാരങ്ങൾ വാങ്ങിച്ച ഒരുപാട് വേന്ദ്രന്മാരെ എനിക്കറിയാം. അർഹതപ്പെടുന്നവർക്ക് ഇപ്പോൾ കിട്ടില്ലെന്നേ. അതൊക്കെ ചിലർക്ക് വാങ്ങിക്കാനറിയാം, അവർ വാങ്ങും പത്മശ്രീയും ഞാൻ കേട്ടെ മന്നാടയെ പോലുള്ള ഗായകൻ എന്നുള്ള നിലയ്ക്ക് വലിയ ഗായകൻ തന്നെയാണ്. മാനസമൈനെ വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് പാടിയതല്ല, ഹിന്ദിയിൽ ഒരുപാട് അല്ലെങ്കിൽ ബംഗാളിയിൽ ഒരുപാട് പാട്ട് പാടിയ ആളാണ് മന്നാടെ. പക്ഷേ മന്നാടെ എന്ന് പറഞ്ഞ ഒരാളിനാണോ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്ത് ആദരിക്കേണ്ടത്? മധുസാറിനാണോ കൊടുക്കേണ്ടത്? നിങ്ങൾ ആലോചിക്കൂ. മലയാള സിനിമയിലെ നട്ടല്ലായ 50 വർഷക്കാലമായി മലയാള സിനിമയിൽ നിൽക്കുന്ന 60 വർഷക്കാലമായി മലയാള സിനിമയിൽ നിൽക്കുന്ന നിർമ്മാതാവ്, സംവിധായകൻ, എന്താ പറയുക, നടൻ, വിതരണക്കാരൻ, സ്റ്റുഡിയോ ഉടമ, കുട്ടികളുടെ സിനിമ എടുത്ത് നാഷണൽ അവാർഡ് വാങ്ങിയ ആൾ, മധുസാറിന് കൊടുക്കാത്ത ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇവിടുത്തെ കേരളത്തിൽ ഏത് ഓച്ചന് കിട്ടിയിട്ടെങ്കിലും വിലയുണ്ടോ? ഞാൻ അറിഞ്ഞത്, എന്നോട് ഒരാൾ പറഞ്ഞത്, മലയാള സിനിമയിലെ ഒരു ആളിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങണമെന്നുണ്ട്, അതിനുള്ള കളികൾ അദ്ദേഹം കളിക്കുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ സ്വയം പറയുന്നു, എനിക്കൊരു എതിരാളിയുണ്ട് കേട്ടോ, ആ മധുസാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് തന്നാൽ ഭയങ്കര വിവാദമാവും, അതാണൊരു കടമ, മധുസാർ ഇല്ലെങ്കിലേ എനിക്കത് കിട്ടൂ. മലയാള സിനിമയിൽ യോഗ്യനായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങിക്കാൻ യോഗ്യനായ ഒരാളെ ഇപ്പം ജീവിച്ചിരിപ്പുള്ളൂ, അത് മധുസാറാണ്. ഇവിടെ ഏതെങ്കിലും ഒരുത്തൻ, ഈ സുരേഷ് ഗോപി തന്നെ നിങ്ങൾ എടുക്കൂ, 54 വയസ്സായപ്പം ആന പൂന എന്നൊക്കെ പറഞ്ഞു ചെന്നല്ലോ. ഞാൻ കേൾക്കട്ടെ, ഈ മോഡിയെ കാണുമ്പോൾ അല്ലെ അമിത്ഷായെ കാണുമ്പോൾ ഏവനെങ്കിലും കാണുമ്പോൾ ആവട്ടെ, ഒരു വാക്ക് പറയണ്ടേ സുരേഷ് ഗോപി? 6 വർഷക്കാലം രാജ്യസഭ MP ആയിരുന്ന ആളല്ലേ, അയാൾ ചെന്ന് പറയണ്ടേ, ഞങ്ങളുടെ നാട്ടിൽ മാധവൻ നായർ എന്ന് പറയുന്ന ഒരു മധു എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങളുടെ രാജ് കപൂറിനെക്കാളും വലുതാണ് ഞങ്ങൾക്ക് മധുസാർ, അദ്ദേഹത്തിന് കൊടുക്കാത്ത ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നിങ്ങൾ മന്നാടെയൊക്കെ പോലുള്ള എത്രയോ പേർക്ക്, നിങ്ങൾ എന്താ ഈ ഉത്തരേന്ത്യക്കാർക്ക് മാത്രമേ ഉരുട്ടി കൊടുക്കുള്ളൂ എന്ന് ചോദിക്കട്ടെ? ചോദിക്കില്ല. അപ്പോൾ 25 വർഷം മുമ്പ് പത്മശ്രീ വാങ്ങിച്ച മമ്മൂട്ടിക്ക് പത്മഭൂഷണോ പത്മവിഭൂഷണോ ഒക്കെ കിട്ടാത്തതിലാണ് ഇപ്പോൾ പ്രയാസം. ഈ പ്രയാസങ്ങൾ ആരോട് പറയും? സേതുമാധവൻ സാറിൻ്റെ കാര്യമായാലും ശരി, മധുസാറിൻ്റെ കാര്യമായാലും ശരി, ആരോട് പറയും? എനിക്ക് ചോദിക്കാനുള്ള ന്യായമായ ചോദ്യം അതാണ്. സംവിധായകൻ കേട്ട് കരയുകയും അടിക്കുകയും പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് കൊണ്ട് വീരസാഹസം കാട്ടുന്നവർക്കൊക്കെ എന്തിനാണ് പത്മഭൂഷൺ എന്നാണ്
പത്മവിഭൂഷൺ എന്തിനു കൊടുക്കണം എന്നാണ് മോഹൻലാലിനെ ആരാധിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യം. അതായത് മമ്മൂട്ടിക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ മോഹൻലാലിൻ്റെ ആരാധകർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. മോഹൻലാലിൻ്റെ ഫാൻസുകാർ ചോദിക്കുകയാണ്, സംവിധായകൻ പറയുന്നത് കേട്ട് കരയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന ടെക്നിക്കൽ സപ്പോർട്ട് കൊണ്ട് വീരസാഹസം കാണിക്കുന്നവർക്ക് പത്മവിഭൂഷൺ എന്തിനു കൊടുക്കുന്നു എന്ന് ചോദിക്കുന്നു. കാരണം വേറൊന്നും പറയാനില്ല, അതുകൊണ്ട് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ അർഹതയില്ല എന്നാണ് മോഹൻലാൽ ഫാൻസുകാരൻ പറയണത്. മോഹൻലാലിന് അഭിനയിക്കാൻ അറിയില്ല എന്നാണ് മമ്മൂട്ടി ഫാൻസുകാരൻ പറയണത്. സത്യം പറഞ്ഞാൽ വിവരമുള്ളവരാണ് മലയാളി എന്നാണ് പറയണത്. ഇത്രയും വിവരം കിട്ടവന്മാർ ഇവിടെ ഉള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ. അതിൽ മമ്മൂട്ടി ഫാൻസുകാരൻ പറയാണ്, മോഹൻലാൽ ഫാൻസിന് തള്ളു മാത്രം മതി. പടം ഇറങ്ങി 10-ാം ദിവസം 50-ാം ദിവസം പോസ്റ്റർ അടിക്കും, 100 കോടി എന്ന് എഴുതി കാണിക്കും, അത്രയും മതി അവർക്ക് എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. മോഹൻലാൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ചെന്നില്ല. അദ്ദേഹം വിദേശത്തായിരുന്നു, അമേരിക്കയിൽ ഇവിടെയായിരുന്നു. ഇനി ഇതിൽ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പോയോന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാത്തതിൻ്റെ പിറ്റേ ദിവസം ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ പറയുകയാണ്, മോഹൻലാലിൻ്റെ സിനിമ ഇനി ഞങ്ങൾ തിയേറ്ററിൽ കാണില്ല. പിന്നെ നീയൊക്കെ പറഞ്ഞാൽ തിയേറ്ററിൽ കയറി സിനിമ കാണാതിരിക്കാനല്ലേ എന്നെ പോലുള്ള ഹിന്ദുക്കൾ ജീവിക്കണേ? പോയി പണി നോക്കടോ. മോഹൻലാൽ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തില്ലെങ്കിൽ പോകില്ല എന്ന്. ഞങ്ങൾക്കിട്ടെ ഒരു മോളെ കല്യാണത്തിന് ഗുരുവായൂർ വരെ 10-70 കോടി പൊടിച്ച് വന്നല്ലോ ഒരു പ്രധാനമന്ത്രി. പ്രാണപ്രതിഷ്ഠയ്ക്ക് സുരേഷ് ഗോപി പോയോ? ഉണ്ണി മുകുന്ദൻ പോയോ? നിങ്ങൾ പത്മശ്രീ കൊടുത്ത കുറേ ആളുകളുണ്ടല്ലോ ഇവിടെ, അവരാരെങ്കിലും പോയോ? എന്താ മോഹൻലാലിന് മാത്രം കൊമ്പ്? മോഹൻലാൽ വന്നില്ലെങ്കിൽ അയാളുടെ സിനിമ ഞങ്ങൾ തിയേറ്ററിൽ ബഹിഷ്കരിക്കും. നീ അന്ന് സിനിമ കാണണ്ടെന്നേ. മോഹൻലാലിൻ്റെ സിനിമ കാണാൻ ആൾക്കാരുണ്ട്, അവർ കണ്ടോളൂ. ഇനി എത്ര പടങ്ങൾ പൊളിഞ്ഞു എന്ന് പറഞ്ഞാലും മോഹൻലാലിനെ മലയാളി തള്ളി പറയുന്നില്ല, അവർ കണ്ടോളൂ. ലാലിൻ്റെ പടം കാണരുതെന്ന് ആലോചിക്കേ. രാഷ്ട്രീയക്കാരനും കൂടിയായി സുരേഷ് ഗോപി പോകാത്തിൽ ഒരു തർക്കവുമില്ല അവർക്ക്, ഉണ്ണി മുകുന്ദൻ പോകാത്തിലും തർക്കമില്ല. ചിലപ്പോൾ ഡോക്യുമെൻ്ററി ചെയ്യുന്ന പ്രിയദർശൻ വയ്ക്കാണ്, ആ അയോധ്യയെക്കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്യുന്ന പ്രിയദർശന. ഞങ്ങളുടെ ഇവിടെ വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത ദേവൻ പോയോ? പിന്നെ വേറെ എന്തോ ഇതിൻ്റെ തലപ്പത്ത് ഇപ്പോൾ സുരേഷ് കുമാറിൻ്റെ അടുത്ത് സുരേഷ് കുമാർ പോയോ പ്രാണപ്രതിഷ്ഠയ്ക്ക്? അപ്പോൾ അവരാരും പോകില്ല. മോഹൻലാലിനിട്ട് കൊട്ടാമെന്ന് പറയുന്നത് ശരിയല്ല. മോഹൻലാലിനെ മമ്മൂട്ടി ഫാൻസുകാർക്കും കൊട്ടാം, ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾക്കും കൊട്ടാം, രാഷ്ട്രീയക്കാർക്കും കൊട്ടാമെന്ന് പറയുന്നത് ശരിയല്ല. മോഹൻലാലിന് സംസ്ഥാന അവാർഡ് കൊടുക്കുന്നിടത്ത് വിശിഷ്ട അതിഥിയായി വിളിച്ചപ്പോൾ ഡോക്ടർ ബിജു അടക്കം ഇവിടെ കുറേ എണ്ണം, ഇവിടുത്തെ കുറേ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന കുറേ എണ്ണം ഇറങ്ങിയില്ലേ. മോഹൻലാലിനെ കയറി സ്റ്റേജിലിരിക്കാൻ സമ്മതിക്കില്ല, അയാളെ ഞങ്ങൾ കൂവി തോപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കുഞ്ഞൻ കൂവിയോ? മോഹൻലാൽ കേരളത്തിലെ എന്താ പറയുക പ്രേക്ഷകരുടെ മനസ്സിലാണ് ജീവിക്കുന്നത്. പിന്നെ ഏതോ കല്യാണത്തിന് സുരേഷ് ഗോപിയുടെ മോളെ കല്യാണത്തിന് വന്നിട്ട് കാറിൽ കയറാൻ നേരത്ത് ഞങ്ങളെ നോക്കി കൈവീശിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അയാൾക്ക് 10 പേരെ മുന്നിൽ നിന്ന് വർത്തമാനം പറയാൻ പോലും ഷൈ ഉള്ള ഒരാളാണ്. അയാൾ കാറിൽ കയറാൻ നേരത്ത് കൈവീശിയില്ല, അതുകൊണ്ട് കാണിച്ചു തരാം. എന്തൊക്കെ കാരണം! മോഹൻലാലിൻ്റെ ഈ തലമൊട്ടയടിച്ച കഷ്ടകാലം വന്നവൻ തലമൊട്ടയടിച്ച അന്ന് കല്ലുമഴ പെയ്യുമെന്ന് പറയുമ്പോൾ മോഹൻലാൽ മൂത്രം ഒഴിക്കാൻ പോണതിന് വരെ ഇപ്പോൾ ഇഷ്യൂ ആക്കുകയാണ്. മോഹൻലാൽ കാറിൽ കയറാൻ നേരത്ത് കൈവീശി കാണിച്ചില്ല എന്നാണ് പറയുന്നത്. എന്തായാലും സുകുമാരനെയും നെടുപിടി വേണുവിനെയും മോഹൻലാലിനെയും വെച്ച് തുടർച്ചയായി സിനിമ എടുത്തുകൊണ്ടിരുന്ന ആളാണല്ലോ സുരേഷ് ഗോപി. അല്ല, സുരേഷ് ഗോപി, സത്യനന്ദിക്കാട്. അദ്ദേഹം ശ്രീധരൻ്റെ 1-ാം തിരുമുറിവ് എന്ന് പറഞ്ഞ് മമ്മൂട്ടി വെച്ച് ആദ്യമായിട്ടൊരു സിനിമ ചെയ്തു. ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം മോഹൻലാലിനെ വെച്ച് തുടർച്ചയായിട്ട് സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്യുന്നപ്പോൾ മമ്മൂട്ടി വെച്ചൊരു സിനിമ ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം ശ്രീനിവാസൻ്റെ തിരക്കഥയിലൊരു സിനിമ ചെയ്തു. നല്ല ദയനീയമായി പടം പൊട്ടിപ്പോയി. പടം വീണു. ശ്രീനിവാസനും ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല, സത്യേട്ടനും ഏറ്റെടുത്തില്ല, പടം വീണു, മമ്മൂട്ടിയുടെ പടം വീണു. അപ്പോൾ സത്യനന്ദിക്കാടിന് പറ്റിയ സംവിധായകനല്ല. ഇപ്പോൾ LJPയുടെ പറയും പോലെയാണ്, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടത്തിന് പറ്റിയ നടനല്ല മോഹൻലാൽ എന്ന് പറയും പോലെ ഒരു കാലത്ത് മമ്മൂട്ടിയെ പറഞ്ഞതാണ് സത്യനന്ദിക്കാടിൻ്റെ പടത്തിനൊന്നും പറ്റിയ നായകനല്ല എന്ന്. അപ്പോൾ ഒരു ദിവസം മമ്മൂട്ടി സത്യനന്ദിക്കാടിനെ കണ്ടോ പറഞ്ഞു, സത്യ, എന്നെ വെച്ച് നിങ്ങളെടുത്ത പടം വിജയിച്ചില്ലെങ്കിൽ അതിൻ്റെ കുഴപ്പം നിങ്ങളുടെയാണ്. കാരണം ഞാൻ അഭിനയിച്ച ഒരുപാട് സിനിമകളിലൂടെ സൂപ്പർ ഹിറ്റായിട്ട് ഓടുന്നുണ്ട്. അങ്ങനെ സൂപ്പർ ഹിറ്റായിട്ട് ഓടുന്ന എന്നെ വെച്ച് നിങ്ങൾക്ക് ഒരു വിജയ സിനിമ എടുക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങളെ പടം ഓടാത്തതെന്ന് പറഞ്ഞപ്പോൾ സത്യേട്ടൻ അതൊരു ചലഞ്ചായിട്ട് എടുത്തു. അങ്ങനെ അദ്ദേഹം ചെയ്തതാണ് അർത്ഥം എന്ന് പറഞ്ഞ സിനിമ. ബെൻ നരേന്ദ്രൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ മനോഹരമായ സിനിമയാണ്, എസ് എൻ സ്വാമിയുടെ മനോഹരമായ സ്ക്രിപ്റ്റാണ്. ആ സിനിമ സത്യേട്ടനെടുത്ത് വിജയിപ്പിച്ചു. അതുപോലെ ലിജോയ്ക്കും നാളെ വിജയിപ്പിക്കാം. അർത്ഥം എന്ന് പറഞ്ഞ പടത്തിലെ എന്താ പറയുക, ബെൻ നരേന്ദ്രൻ എന്ന് പറയുന്നത് രസകരമായ ക്യാരക്ടറല്ലേ. ജീവിച്ച് മതിയായപ്പോൾ മനോഹരമായി അങ്ങ് മരിച്ചു കളയാമെന്ന് പറഞ്ഞിട്ട് റെയിൽവേ ട്രാക്കിൽ ചെന്ന് ചാവാൻ കിടക്കുന്ന, അതും നല്ല വെൽ ഡ്രസ്സൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് നല്ല സുന്ദരനായി വന്ന്
ചാവാനായിട്ട് വന്ന് റെയിൽവേ പാളത്തിൽ കിടക്കാൻ ചെല്ലുമ്പോഴാണ് അവിടെ വേറൊരുത്തും ചാവാൻ കിടക്കുന്നു, ജയറാം. അങ്ങനെ അയാളെ രക്ഷപ്പെടുത്തുകയും പിന്നെ അയാളുടെ പ്രശ്നങ്ങൾ അറിയുകയും അതിലേറി ഇടപെടുകയൊക്കെ ചെയ്യുന്ന ക്യാരക്ടറാണ് ബെൻ നരേന്ദ്രൻ. അപ്പോൾ സത്യേട്ടൻ ആ പടത്തോടെ എന്താ പറയുക, മമ്മൂട്ടിയെ വെച്ചും വിജയ സിനിമ ചെയ്യാമെന്ന് തെളിയിച്ച പടമാണ്. അതുപോലെ ഇപ്പോൾ LJP ചെയ്ത, ലിജോ ജോസ് പല്ലിശ്ശേരി ചെയ്ത ഈ പടം വീണുപോയെന്ന് പറഞ്ഞാൽ അടുത്തൊരു ഡേറ്റ് വാങ്ങിയിട്ട് ലിജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാലിനെ വെച്ച് മനോഹരമായ ഒരു ഹിറ്റ് സിനിമ ചെയ്ത് കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണ് അതിൽ ഇത് ചെയ്യാനുള്ളത്. ഇപ്പോൾ തന്നെ ജയറാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് ഓസ്ലർ എന്ന് പറഞ്ഞൊരു പടം വന്നല്ലോ ജയറാമിൻ്റെ. അപ്പം ജയറാം പറയുന്നു, ഒരുപാട് സിനിമകൾ എനിക്ക് അവസരങ്ങൾ വന്നു, ഞാനതൊന്നും ഏറ്റില്ല, കാരണം എനിക്കൊരു നല്ല ക്യാരക്ടർ വന്നാൽ മാത്രമേ ഇനി മലയാളത്തിൽ അഭിനയിക്കുള്ളൂ എന്ന് തീരുമാനിച്ചു. ചുമ്മാ കള്ളം പറയുന്നതാണ്. കാരണം സത്യനന്ദിക്കാടിൻ്റെ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും ദയനീയ പരാജയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് മുമ്പ് എന്തോ മകൾക്കെന്നോ എന്തോ പറഞ്ഞ് ജയറാം അഭിനയിച്ച പടമായിരുന്നു മീര ജാസ്മിനുമായിട്ട്. ആദ്യ ഷോ ഹോൾഡ് ഓവറുടെ ആയിപ്പോയി. അത്രയും ജനപ്രിയനാണ് ജയറാം. പക്ഷേ ഈ പടം ഓടുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ഇങ്ങനൊരു സബ്ജക്റ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ സബ്ജക്റ്റൊന്നും അല്ല ജയറാമേ, അതിൽ മോശമല്ലാത്ത തുക കൊടുത്തിട്ട് 6 ദിവസത്തേക്ക് മമ്മൂട്ടി ഒന്ന് അഭിനയിച്ചതുകൊണ്ടാണ് ആ പടം ഓടുന്നത്. അതിഥി വേഷത്തിൽ മമ്മൂട്ടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ പടവും ദയനീയമായി പൊളിഞ്ഞു പോയേനെ. അത് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനെ കേരളത്തിലെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണെന്നേ. 42 വർഷമായിട്ട് മടുക്കാത്ത മുഖമാണത്. അതുകൊണ്ടാണ് ഓസ്ലർ ഓടുന്നത്. ഇപ്പോൾ തന്നെ ഗസ്റ്റ് വേഷം ചെയ്ത പടങ്ങളുടെ ഞാൻ പെട്ടെന്ന് ആലോചിച്ചാൽ പറയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തൃഷ്ണ എന്ന് പറഞ്ഞ MT വാസുദേവൻ നായരുടെ പടത്തിൽ, IV ശശി സംവിധാനം ചെയ്ത പടത്തിൽ, MTയുടെ തിരക്കഥയിൽ ബാബു നമ്പൂതിരി അഭിനയിച്ച വേഷത്തിന് പകരക്കാരനായി മമ്മൂട്ടിയെ കൊണ്ടിരുന്നു. അതിലൊരു വിജയശങ്കർ എന്ന് പറഞ്ഞൊരു ഗസ്റ്റ് വേഷമുണ്ട്. അതാരെ കൊണ്ട് അഭിനയിക്കാം എന്ന് ആലോചിക്കുമ്പോൾ അന്ന് മമ്മൂട്ടിയും രതീഷുമായിട്ട് ചക്കയും ഈച്ചയായിട്ട് സുഹൃത്തുക്കളല്ലേ, ആത്മാർത്ഥ സുഹൃത്തുക്കളല്ലേ. മമ്മൂട്ടി പറയുന്നു രതീഷിനെ വെച്ച് ചെയ്യാമെന്ന്. ആ രതീഷ് വന്ന് ചെയ്ത് കയ്യടി വാങ്ങിച്ചുകൊണ്ട് പോയില്ലേ. മമ്മൂട്ടി തലകുത്തി മറിഞ്ഞ പടത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങുന്നത് ഈ വിജയശങ്കർ എന്ന് പറഞ്ഞ വേഷം ചെയ്ത രതീഷായിരുന്നില്ലേ. ഇപ്പോൾ ജയറാം അഭിനയിച്ച പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ സമ്മറിമ്പത്തിലെ എടുക്കും. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെ അച്ചു എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ കവിയൂർ പൊന്നമ്മയുമായിട്ട് ഒരു കോണ്ടസ കാറിൽ വന്നിറങ്ങുന്ന, അല്ലെങ്കിൽ കോണ്ടസ ബെൻസോ എന്താണ്, ഒരു സ്കൈ ബ്ലൂ കാറിൽ ഫ്രെയിമിലേക്ക് വരുമ്പോൾ തിയേറ്ററിൽ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പത്മനാഭ തിയേറ്ററിലെ കയ്യടി. മോഹൻലാൽ നിസ്സാര സീനുകൾ കൊണ്ട് കയ്യടി വാങ്ങിച്ചുകൊണ്ട് പോയില്ലേ. സമ്മറിമ്പത്തിലേക്കും സുരേഷ് ഗോപിയും ജയറാമും കലാഭവൻ മണിയും ഒക്കെ മഞ്ജു വാര്യരും ഒക്കെ മത്സരിച്ച് അഭിനയിച്ച പടത്തിൽ നിരഞ്ജൻ എന്ന് പറഞ്ഞ ഒരു പുറത്തു പോലും ഇറങ്ങുന്നില്ല, ജയിലിലെ സെല്ലിനകത്ത് കിടന്നുകൊണ്ട് കയ്യടി വാങ്ങിച്ചുകൊണ്ട് പോയില്ലേ. അങ്ങനെ വേണ്ട. നരസിംഹം, മോഹൻലാലിൻ്റെ നരസിംഹം, അതിൽ നന്ദഗോപാൽ മാരാർ എന്ന് പറഞ്ഞ നാസിക്കിലടിക്കുന്ന മൊത്തം ഇന്ത്യൻ കറൻസി ഒരു ത്രാശിൻ്റെ ഒരു തട്ടിൽ വെച്ചാൽ മറുവശത്ത് നന്ദഗോപാൽ മാരാർ ഇരുന്നാൽ ആ തട്ട് ഉയർന്നിരിക്കുമെന്ന് പറയുന്ന ക്യാരക്ടർ മനോഹരമായി ചെയ്ത ഗസ്റ്റ് വേഷമായിരുന്നില്ലേ. അങ്ങനെ പുള്ളി ഇന്ത്യയുടനെ പോലെ തന്നെ അതിൽ കയ്യടി കിട്ടിയ വേഷമായിരുന്നു പറഞ്ഞ നന്ദഗോപാൽ മാരാർ. ഞാൻ പറയാൻ വന്നത്, ജയറാമൊക്കെ എന്താ പറയുക, രക്ഷപ്പെട്ടത് ഒരു മമ്മൂട്ടി നിമിത്തമാണെന്ന് പറയുമ്പോൾ അല്ലേ, ഗസ്റ്റ് വേഷത്തിൽ വരുന്നവർക്ക് കയ്യടി കിട്ടും. നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് മാറിപ്പോയി. എനിക്ക് മോഹൻലാലിനോട് പറയാനുള്ളത്, താങ്കൾ വൃഷഭ എന്ന് പറഞ്ഞൊരു പടം ചെയ്യുന്നു, എമ്പുരാൻ വരാൻ പോകുന്നു, എവിടെയൊക്കെയോ പോയി ഷൂട്ട് ചെയ്യുന്നു പറയുന്നു. എനിക്ക് നിങ്ങളുടെ ഇതിൻ്റെ 1ാം ഭാഗം പൃഥ്വിരാജ് ചെയ്ത പടം പോലും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. പോട്ടെ, അത് എൻ്റെ വിവരക്കേട് കൊണ്ടായിരിക്കാം, എനിക്ക് ആരാധന അല്ലെങ്കിൽ ആ സിനിമ കാണാനുള്ള അത്രയും സെൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും എമ്പുരാൻ വരുന്നു, പിറകെ നിങ്ങളുടെ ബാറോസ് വരുന്നു, അത് കഴിഞ്ഞ് 200 കോടി ബഡ്ജറ്റിൽ എപ്പിക് ആക്ഷൻ സിനിമ വരുന്നു, ഏകതാ കപൂറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് തള്ളു വരുന്നുണ്ട്. ഇതൊന്നും അല്ല മോഹൻലാലെ തൽക്കാലത്തേക്ക് ആവശ്യം. നിങ്ങൾ ജനപ്രിയമാകാവുന്ന ലൈറ്ററായ കുറേ സിനിമകൾ ചെയ്യൂ. നിങ്ങളിപ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. ആ ഒരു ദ്രോഹി കാരണം നിങ്ങൾ താടി വയ്ക്കേണ്ടി വന്നതാണ് ഏറ്റവും വലിയ, നിങ്ങളെയല്ല ഞങ്ങളുടെ മലയാളി പ്രേക്ഷകരുടെ ഏറ്റവും വലിയ ഹതഭാഗ്യരായി പോയത് അതിലാണ്. നിങ്ങൾ ആ താടി വെച്ച് ഇപ്പോൾ അഭിനയിക്കുന്ന കാണുമ്പോൾ ഞാൻ എന്നും ആ ഫോട്ടോ കാണുമ്പോൾ ഒക്കെ നിങ്ങളെ കൊണ്ട് വേണ്ടിയില്ലാത്ത ജോലികൾ ചെയ്യിച്ച് ആ എംബോക്കിയെ ഞാൻ പ്രാകാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല വേഷങ്ങൾ ചെയ്യേണ്ടതാണ്, ഈ താടി വെച്ച് ടൈപ്പായി പോവുകയല്ലേ നിങ്ങൾ. ഒരു ദ്രോഹി, ഒരു നല്ല നടൻ ഇങ്ങനെ നശിപ്പിച്ച്. മോഹൻലാലിന് ഇത്രയും ബുദ്ധിയില്ല എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പോട്ടെ, ആരാധകരും പോലീസുകാരും ഒരുപോലെയാണെന്നാണ് മമ്മൂട്ടി പറയുന്നത്. മമ്മൂട്ടിക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. പിന്നെ ഈ ഫാൻസുകാരോട് എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സിമ്പതി കാണിക്കുന്നതെന്ന് എനിക്കുണ്ട്. അദ്ദേഹം പറയുന്നത് ആരാധകരും പോലീസുകാരും ഒരുപോലെയാണ്, സ്നേഹിക്കാനും പറ്റില്ല, വെറുപ്പിക്കാനും പറ്റില്ല. പോലീസ് സ്റ്റേഷനിൽ ഒരു കഥ പറയാറുണ്ട്. വലത്തേക്കാൽ വെച്ച് കയറിയപ്പോൾ ഒരൊറ്റ അടി അടിച്ചു കൊടുത്തു പോലീസുകാരൻ. എന്താ ഇവിടെ പുറത്തേക്ക് വന്നോന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അടുത്ത തവണ ചെന്നപ്പോൾ അവൻ ഇടത്തേക്കാൽ വെച്ച് കയറി ഒറ്റ അടി വെച്ച് കൊടുത്തു. നീ ഇവിടെ മുടിപ്പിക്കാൻ വന്നതാണാടാ എന്ന് ചോദിച്ചിട്ട്. 3ാമത് പോയപ്പോൾ അവൻ 2 കാലും ഒന്നിച്ചെടുത്ത് വെച്ചു. ഒരൊറ്റ അടി അടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് സർക്കസ് കാണിക്കുന്നുണ്ടോ റാസ്കൽ എന്ന് കേട്ടു. അതാണ് ഈ പോലീസുകാരുള്ള കമ്പനി അടിച്ചാലുള്ള കുഴപ്പം.
അതുപോലെ വെറുപ്പിക്കാനും പറ്റില്ലെന്നാണ്. വെറുപ്പിച്ചാൽ ഈ ഫാൻസുകാർ പാര വയ്ക്കും, പോസ്റ്ററൊക്കെ വലിച്ചു കീറി കൂവി ഒക്കെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടായിരിക്കാം. എനിക്ക് പ്രായമാകുന്നുണ്ട്, മമ്മൂട്ടി പറയാണ്, നിങ്ങളത് മനസ്സിലായി കാണുന്നില്ല, അതാണ് പ്രശ്നം. എനിക്ക് എത്ര വയസ്സായി എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, എനിക്ക് പ്രായമായും വരുന്നുണ്ട്. പക്ഷെ നിങ്ങളില്ല എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ എന്നെ നോക്കിക്കാണുന്നതിൻ്റെ കുഴപ്പമെന്നാണ് അദ്ദേഹം പറയുന്നത്. 42 വർഷമായി ഞാൻ സിനിമയിൽ വന്നിട്ട് സിനിമ എനിക്കൊരു ഭാരമായിരുന്നുവെങ്കിൽ എന്നേ ഞാൻ ഇറക്കി വെച്ചെന്നെ എന്നാണ് മമ്മൂട്ടി ചോദിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പോഴും അഭിനയിക്കാനുള്ള ഒരു ത്വര എപ്പോഴും കൊണ്ടു നടക്കുന്നൊരു മനുഷ്യൻ. അല്ലെങ്കിൽ ഈ കല്ലു ഡെന്നീസിൻ്റെ മകൻ ചെയ്യുന്ന പടത്തിനൊക്കെ വേറൊരു സംവിധായകൻ ചെയ്യട്ടെ, എനിക്ക് തിരക്കഥ എഴുതാൻ അവസരം തന്നാൽ മതി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനോട്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രായമല്ലേ ഉള്ളൂ, പ്രായം പോലും ഇല്ല. അപ്പോൾ അതിനോട് പറയണം, നീ അങ്ങ് ഡയറക്റ്റ് ചെയ്തു. മലയാളത്തിലെ എന്നല്ല, ഇന്ത്യൻ സിനിമയിലെ ഏത് സൂപ്പർ സ്റ്റാർ പറയും അവൻ്റെ പടം വരുന്നു? പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പേര് പറയാൻ അറിയില്ല. കാരണം ഇപ്പോഴത്തെ പേരുകളെല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പം നമ്പരത്തി പൂവ് എന്ന് പറഞ്ഞാൽ പത്മരാജൻ്റെ സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച പടമാണെന്ന് പറയാം. മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന് പറഞ്ഞാൽ മനോഹരമായ പേര് കേട്ടാൽ നമുക്ക് പറയാം അത് മമ്മൂട്ടിയുടെ പടമാണെന്നില്ലേ. നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഏതാണെന്ന്. പക്ഷെ ഇപ്പോൾ വരുന്ന അല്ലെങ്കിൽ കാര്യം നിസ്സാരം, അല്ലെങ്കിൽ പ്രശ്നം ഗുരുതരം, അല്ലെങ്കിൽ ശേഷം കാഴ്ചയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ബാലചന്ദ്രമേനോൻ്റെ മലയാള സിനിമയാണ്. ഇപ്പോൾ വരുന്ന സിനിമകളുടെ പേരുകളൊന്നും മെമ്മറി നിൽക്കില്ല. പിന്നെ നമുക്കും പ്രായമായി വരുന്നുണ്ടായിരിക്കാം. എന്തായാലും കല്ലു ഡെന്നീസിൻ്റെ മകൻ ചെയ്യുന്ന പടത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. നല്ല ഡിസൈനും നല്ല പരസ്യങ്ങളും ഒക്കെയാണ്, നന്നായിട്ട് ഓടാൻ സാധ്യതയുള്ളൊരു പടമാണ്. ഓടട്ടെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് 42 വർഷമായി സിനിമയിൽ, ഒരു ഭാരമായിരുന്നുവെങ്കിൽ നമ്മളത് എന്നേ ഇറക്കി വെച്ചേനെ. ഈ ഭാരം ചുമക്കുന്നത് എനിക്കൊരു സുഖമാണ് എന്നാണ് മമ്മൂക്ക പറയുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്നു, അംബേദ്കറിലെ ഡബ്ബിംഗ് സമയത്ത് ബ്രിട്ടനിലെ ഇംഗ്ലീഷ് ഭാഷ അതേ കൊളോക്കിയൽ ലാംഗ്വേജിൽ സംസാരിക്കും. ബ്രിട്ടൻ കൊളോക്കിയലിൽ സംസാരിക്കാനായിട്ട് മണിക്കൂറിന് 600 രൂപ ട്യൂഷൻ ഫീസ് കൊടുത്ത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കാനായി ഒരു സ്ത്രീയെ ആരോ നിയമിച്ചു കൊടുത്തു. അവരാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ 10 മണി മുതൽ 11 മണി വരെ 1 മണിക്കൂറാണെന്ന് വെച്ചോളൂ. 10 മണിക്ക് പഠിപ്പിക്കാനുള്ള ടീച്ചർ എത്തും, ഇദ്ദേഹം 10:30 ചെല്ലും. ഈ കടുകട്ടി ഇംഗ്ലീഷ് ശകലം പഠിച്ചു കഴിയുമ്പോൾ 10:45 ഇദ്ദേഹം പോകും. പക്ഷേ 600 രൂപ അവർക്ക് ഫീസ് കൊടുക്കണം. അങ്ങനെ ഇംഗ്ലീഷ് അവർ പഠിപ്പിച്ച ശേഷമാണ് 30 ദിവസം കൊണ്ടാണ് അംബേദ്കർ എന്ന് പറഞ്ഞ പടത്തിന് അദ്ദേഹം ഡബ് ചെയ്തതെന്ന് അദ്ദേഹം ഈ അടുത്ത കാലത്ത് എവിടെയോ പറയുന്നത് ഞാൻ കേട്ടു. എന്തായാലും നമ്മൾ പറഞ്ഞു ഫാൻസുകാരെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ വേറെ എവിടെയൊക്കെ പോയെങ്കിലും ഞാൻ പറയുന്നു, നമ്മൾ മലയാളികളാണ്, നല്ല ചിന്താശേഷിയുള്ളവരാണ്, നമുക്ക് ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും കോളത്തിൽ കയറാൻ താല്പര്യമില്ലാത്തവരാണ്. നമ്മൾ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് വിടുകയും, മോഹൻലാൽ എന്ത് രാഷ്ട്രീയം, മമ്മൂട്ടിക്ക് എന്ത് രാഷ്ട്രീയം, ജയറാമിന് എന്ത് രാഷ്ട്രീയം, സുരേഷ് ഗോപിക്ക് എന്ത് രാഷ്ട്രീയം നമ്മൾ നോക്കരുത്. അവർ നമ്മുടെ സ്ക്രീനിൽ നമുക്ക് എന്ത് തരുന്നു എന്ന് മാത്രം ചിന്തിക്കുക. അതിനെ നല്ലതെന്നും ചീത്തയെന്നും പറഞ്ഞോളൂ. പക്ഷേ ഫാൻസിൻ്റെ പേര് പറഞ്ഞ് മോഹൻലാലിന് അഭിനയിക്കാൻ അറിയില്ല എന്ന് മമ്മൂട്ടിയുടെ ഫാൻസുകാർ പറയുകയും പത്മശ്രീയൊക്കെ നിങ്ങളെപ്പോലുള്ളവർക്ക് തോന്നും പോലെ തരാനല്ല എന്ന് മോഹൻലാൽ ഫാൻസുകാർ പറയുന്ന ആ സ്വഭാവമൊക്കെ മാറ്റാൻ മമ്മൂട്ടിക്കും മോഹൻലാലിനും ബാധ്യതയുണ്ട്. നിങ്ങളത് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഒരു മലയിക്കോട്ട വാലിബൻ വീണാലൊന്നും മോഹൻലാലിനൊരു ചുക്ക് സംഭവിക്കില്ല കേരളത്തിലെ പ്രേക്ഷകരുടെ മനസ്സിൽ. ഞാൻ കേൾക്കട്ടെ, 5 or 6 പടം ദയനീയമായി പൊളിഞ്ഞ ഒരു കാലഘട്ടമുണ്ട് മമ്മൂട്ടിക്ക്. വീണ്ടും ന്യായവിധി എന്നൊക്കെ പറഞ്ഞ് എല്ലാം പൊളിഞ്ഞുപോയി. ഏതാണ്ട് കട്ടയും പടയും മടക്കുമെന്ന് മമ്മൂട്ടിക്ക് തന്നെ മനസ്സിലായി. ഞാൻ വീണ്ടും ആ കറുത്ത കുപ്പായം ഇടേണ്ടി വരുമെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞൊരു കാലമുണ്ട്. ആ സമയത്ത് ജോഷി സാർ ചെയ്യാൻ പോകുന്ന പുതിയ പടം ജനുവരി ഒരു ഓർമ്മയാണ്, മോഹൻലാലാണ് നായകൻ. അപ്പോഴും അദ്ദേഹം ജോഷി സാറിനോട് പറഞ്ഞു തോന്നും, നിങ്ങൾക്ക് മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടി. തീർച്ചയായിട്ടും ഇപ്പോൾ മോഹൻലാലിൻ്റെ ഹിറ്റായ ഒരുപാട് സിനിമകൾ ഓടുന്ന സമയമാണ്. ജനുവരി ഒരു ഓർമ്മയും ഓടും. നിങ്ങളുടെ കാര്യം സേഫാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വളരെ വിഷമത്തോടെ പറഞ്ഞ ഒരു കാലഘട്ടം മമ്മൂട്ടിക്കുണ്ട്. അതുകൊണ്ട് മമ്മൂട്ടി ഇങ്ങനെ തുടർച്ചയായിട്ട് വിജയ സിനിമകൾ മാത്രം ചെയ്ത് ആദ്യം വിൽക്കാൻ്റെ സ്വപ്നങ്ങൾ മുതൽ ഇങ്ങോട്ട് വന്നു സ്വർണ്ണക്കരണി കൊണ്ട് വന്നു എന്നും വിചാരിക്കരുത്. അദ്ദേഹം അധ്വാനിച്ചും അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ടും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ജോഷിയെ പോലെ, ഡെന്നിസ് ജോസഫിനെ പോലെ, കല്ലു ഡെന്നീസിനെ പോലെ കുറേ പേരുണ്ടായിരുന്നതുകൊണ്ടുമാണ് മമ്മൂട്ടിയുടെ സ്റ്റാർഡം രണ്ടാമത് നിലവിൽ വന്നത്. ന്യൂഡൽഹി പോലെ ഒരു സിനിമ വന്നില്ലെങ്കിൽ മമ്മൂട്ടി എങ്ങോട്ട് പോകുമായിരുന്നു? അപ്പോൾ അതുകൊണ്ട് മോഹൻലാൽ ഒരു പടത്തിൽ വീണു പോയാൽ അതോടെ മോഹൻലാൽ എല്ലാം തീർന്നു. മമ്മൂട്ടി കഴിഞ്ഞ കുറേ കാലമായിട്ട് ഹിറ്റുകൾ ചെയ്ത് സർവജ്ഞ പീഠം കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വർത്തമാനം പറയാതിരിക്കുക. അത് നിങ്ങൾ മമ്മൂട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല, മോഹൻലാലിനുള്ള വിരോധം കൊണ്ടുമല്ല, നിങ്ങൾ അന്ധമായി ആരാധന എന്ന് പറഞ്ഞിട്ട് വഴിതെറ്റി പോകുന്നതുകൊണ്ടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവരെ കടിഞ്ഞാടേണ്ടത്. മോഹൻലാൽ ഫാൻസുകാരായാലും മമ്മൂട്ടി ഫാൻസുകാരായാലും മമ്മൂട്ടിയും മോഹൻലാലും കൺട്രോൾ ചെയ്യണം.
എൻ്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫാൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പിൽ ഇത്തരം തെമ്മാടി വർത്തമാനങ്ങൾ ഇടരുത് എന്ന് പറയാൻ, അതായത് LJP ചെയ്യുന്ന സിനിമ അഭിനയിക്കാൻ അറിയാവുന്നവർ അഭിനയിച്ചാൽ അത് നന്നാവും, അഭിനയിക്കാൻ അറിയാത്തവർ അഭിനയിച്ചാൽ മോശമാവും എന്നുള്ള കമൻറ്റുകളൊന്നും ഇടരുത്. ഒന്നുമില്ലെങ്കിലും ജഗദീഷ് ശിവകുമാർ പറഞ്ഞത് ഞാൻ മലയാള സിനിമയിൽ 5 നടന്മാരായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞതാണ്. കൊട്ടാരക്കര ശ്രീധരൻ നായർ, നെടുപടി വേണു, ഭരത് ഗോപി, ജഗദീഷ് ശിവകുമാർ, മോഹൻലാൽ, ഒരു 5 പേരുമാണ് ജന്മന ആർട്ടിസ്റ്റുകൾ എന്ന് ഞാൻ അംഗീകരിക്കൂ എന്ന് ജഗതി പറഞ്ഞ് വലിയ വിവാദമായിട്ടുണ്ട്. ബാക്കി മമ്മൂട്ടിയെക്കുറിച്ച് അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു മോൾഡ് ആർട്ടിസ്റ്റാണ്, അദ്ദേഹത്തെ മോൾഡ് ചെയ്തെടുക്കുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രഹപാഠങ്ങളും അദ്ദേഹത്തിൻ്റെ കഠിന ശ്രമങ്ങളും കൊണ്ട് അദ്ദേഹം വളർത്തിയെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം, അല്ലെങ്കിൽ നടൻ, അഭിനേതാവ് എന്നൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള മോഹൻലാലിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള കമൻറ്റുകളൊന്നും മമ്മൂട്ടി ഫാൻസുകാർ ഇടരുത്. 25 വർഷം കഴിഞ്ഞിട്ടും പത്മശ്രീ കിട്ടി 25 വർഷം കഴിഞ്ഞിട്ടും മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ കൊടുത്തില്ലല്ലോ എന്ന്, കൊടുക്കാനുള്ള യോഗ്യതയില്ല എന്ന് മോഹൻലാലിൻ്റെ ഫാൻസുകാർ വിടരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വർത്തമാനം ഒരുപാട് നീണ്ടുപോയി എന്ന് എനിക്കറിയാം. ഒരുപാട് പേർക്ക് എന്നോട് ദേഷ്യവും അമർഷവും വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ എനിക്ക് പറയാനറിയാവൂ. വീണ്ടും 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 പറയുന്നു, നമ്മൾ ജാതിയുടെ, മതത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ദയവ് ചെയ്ത് മമ്മൂട്ടിയും മോഹൻലാലിനെയും ആ കളങ്ങളിൽ കയറ്റരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.